ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ബർപ്പ് സ്യൂട്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സോ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ്ലി കാണുക. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബർപ്പ് സ്യൂട്ടിനെ പറ്റി നിങ്ങളൊരു സീറോ ആണെങ്കിൽ ലൈക്ക് ബിഗിനർ ആണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബർപ്പ് സ്യൂട്ടിനെ പറ്റി അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അത് സെറ്റപ്പ് ചെയ്യുന്നത്, അതുപോലെ ബർപ്പ് സ്യൂട്ടിൻ്റെ ഓരോ ടാബ് ലൈക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഓരോ ടാബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നിങ്ങളുടെ റെസ്യൂമിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്കില്ല് നിങ്ങൾ ബർപ്പ് സ്യൂട്ടിൽ ഡെവലപ്പ് ചെയ്തെടുക്കും. സോ അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. സോ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ്ലി കാണുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല രീതിയിൽ എഫോർട്ട് ഇട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിലും ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാമിലോ നിങ്ങൾക്ക് ഞാനുമായിട്ട് ചാറ്റ് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ടൈം കളയാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ ബർപ്പ് സ്യൂട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ബർപ്പ് സ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെനിട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴും അതുപോലെ ലൈക്ക് സൈബർ സെക്യൂരിറ്റി ബഗ് ബൗണ്ടിയൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ വെബ്സൈറ്റ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ബർപ്പ് സ്യൂട്ട്. ഈ ബർപ്പ് സ്യൂട്ട് എന്ന് പറയുന്ന ടൂൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വെബ് ആപ്ലിക്കേഷൻ പെനിട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതുപോലെ ബഗ് ബൗണ്ടി ചെയ്യാനും ഈ ഒരു ടൂൾ വച്ചിട്ടാണ് നമ്മൾ ബഗ് ബൗണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യുന്നത്. സോ ഈ ടൂൾ എന്താണ് ചെയ്യണതെന്ന് വെച്ചാൽ നമ്മളെ ഒരു ബ്രൗസറിൽ പോയിട്ട് നമ്മൾ ഒരു സൈറ്റ് സെർച്ച് ചെയ്യുന്നു, google.com സെർച്ച് ചെയ്യുന്ന ടൈമിൽ, ഇല്ലെങ്കിൽ നമ്മളൊരു ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ബാക്ക് എൻഡിൽ എന്ത് റിക്വസ്റ്റ് ആണ് പോകുന്നത്, അതിൻ്റെ റെസ്പോൺസ് എന്താണ് വരുന്നതെന്നൊക്കെ നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല. സോ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും ലൈക്ക് റിപ്പീറ്റ് ആയിട്ട് സെയിം റിക്വസ്റ്റ് തന്നെ അയക്കാനും ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ബർപ്പ് സ്യൂട്ട്. സോ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻ്റയർ വെബ്സൈറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ബർപ്പ് സ്യൂട്ട് എന്താണെന്നൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ബർപ്പ് സ്യൂട്ട് എന്ന് സെർച്ച് ചെയ്ത് കുറേ കൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത്രയും നിങ്ങൾ എന്തായാലും മിനിമം അറിഞ്ഞിരിക്കണം. നമ്മൾ ബർപ്പ് സ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു വെബ്സൈറ്റിൻ്റെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനും അത് ആൾട്ടർ ചെയ്യാനും ലൈക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് ആ റിക്വസ്റ്റ് റെസ്പോൺസൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ബർപ്പ് സ്യൂട്ട്. നമുക്ക് ഈ ബർപ്പ് സ്യൂട്ട് നമ്മളെ കാളി ലിനക്സിന് ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. സോ ആ ഒരു ഇൻബിൽട്ടായിട്ട് വരുന്ന വെർഷനെ നമ്മൾ കമ്മ്യൂണിറ്റി എഡിഷൻ എന്നാണ് പറയുന്നത്. സോ അതെങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചാൽ കാളി ലിനക്സിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, ലൈക്ക് കാളി ലിനക്സിൻ്റെ സിമ്പിൾ കാണാം. അതിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് BURP ബർപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ബർപ്പ് എന്ന് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ബർപ്പ് സ്യൂട്ട് എന്ന്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ബർപ്പ് സ്യൂട്ട് കമ്മ്യൂണിറ്റി എഡിഷൻ. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എഗ്രിമെൻറ്റ് ചോദിക്കും. ജസ്റ്റ് ആ എഗ്രി കൊടുത്ത് വിട്ടാൽ മതിയാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം ടെമ്പററി പ്രോജക്റ്റ് ഇൻ മെമ്മറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. തൊട്ട് താഴെ 2 ഓപ്ഷൻ ഉണ്ട്, ബട്ട് അത് ഡിസേബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ ബർപ്പ് സ്യൂട്ട് കമ്മ്യൂണിറ്റി എഡിഷനും അതുപോലെ പ്രൊഫഷണൽ വെർഷനും തമ്മിലുള്ള ഡിഫറൻസ്. പ്രൊഫഷണൽ ആകുമ്പോഴത്തേക്കും നമുക്ക് പെയ്ഡ് ആണ്. അപ്പോൾ അതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ലൈക്ക് ന്യൂ പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും നമ്മൾ ക്യാപ്ചർ റിക്വസ്റ്റ്. അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്തിൽ അത് വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ യൂസ് ഉണ്ട്. നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുന്ന ടൈമിൽ മെയിൻലി നമ്മൾ പ്രൊഫഷണൽ ബർപ്പ് സ്യൂട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊഫഷണൽ ബർപ്പ് സ്യൂട്ട് എങ്ങനെ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ടാണ് പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ്ലി കാണുക. ആൻഡ് ടെമ്പററി പ്രോജക്റ്റ് ജസ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി എഡിഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അതുപോലെ എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുമാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി എഡിഷൻ മാത്രം മതിയാവും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ജസ്റ്റ് സ്റ്റാർട്ട് ബർപ്പ് കൊടുക്കുക. സ്റ്റാർട്ട് ബർപ്പ് കൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ലോഡാകാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ ലോഡായി വരുന്നത് വരെ. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ
ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ട്യൂട്ടോറിയലിൽ നിങ്ങൾ എനിക്കറിയാമെന്നുള്ള കംപ്ലീറ്റ് ഈ ഒരു ഓരോ ടാബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ ടാർഗറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ പ്രോക്സി എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി എഡിഷൻ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന്, സോ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി എഡിഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ബ്രൗസർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ബ്രൗസർ ഓപ്പൺ ആയി വരും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫയർഫോക്സുമായിട്ട് ബർപ്പ് സ്യൂട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അതും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ എന്ത് സെർച്ച് ചെയ്താലും നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ ക്യാപ്ചർ ആവും. നമ്മൾ ഇതിൽ വേറെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ബ്രൗസറിൻ്റെ ഒരു പ്രത്യേകത. സോ ഇപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി എഡിഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ പ്രോ വെർഷൻ എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ നമ്മളെ ഫയർഫോക്സ് ആയിട്ട് നമ്മുടെ ബർപ്പ് സ്യൂട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് പ്രൊഫഷണൽ വെർഷൻ നമുക്ക് പെയ്ഡാണ്, പക്ഷേ അതിൻ്റെ ക്രാക്ക് വെർഷനൊക്കെ അവൈലബിൾ ആണ്. സോ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രാക്ക് വെർഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് ത്രൂ കയറിയിട്ട് അതിൻ്റെ ആ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന് ശേഷം വേറെ കുറേ ബർപ്പ് സ്യൂട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബർപ്പ് സ്യൂട്ടാണത്. ആൻഡ് ആ സെയിം ബർപ്പ് സ്യൂട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബഗ് ബൗണ്ടി ചെയ്യാനും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സെയിം ബർപ്പ് സ്യൂട്ടാണ്. സോ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയൽ നിങ്ങളെ ഡൗൺലോഡ് ഫോൾഡറിൽ ആയിരിക്കും നിങ്ങൾക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫോൾഡറിൽ പോവുക. നിങ്ങൾ ഏത് ഫോൾഡറിലാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഫോൾഡറിൽ പോവുക. ആ ഒരു ഫോൾഡറിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഓൾറെഡി ഇവിടെ ആ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ഹിയർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് എക്സ്ട്രാക്ട് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ക്രാക്കാണ്. സോ നിങ്ങളുടെ പേഴ്സണൽ യൂസിന് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലോ കാര്യങ്ങളോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക മാക്സിമം. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വെർച്വൽ ബോക്സിനാണ്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞാൻ ഇതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഉബുണ്ടു മെഷീനുണ്ട്. സോ അതിൻ്റെ അകത്താണ് ഞാൻ ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതിൽ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് നിങ്ങളും മാക്സിമം അങ്ങനത്തെ കാര്യത്തിൽ ആ ഒരു തരത്തിലുള്ള ഒരു വെർച്വൽ ബോക്സോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാത്രം ഇതുപോലെ ക്രാക്ക് വെർഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ വിൻഡോസിൽ മാക്സിമം ഇത് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ലിനക്സ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എക്സ്ട്രാക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ജസ്റ്റ് ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് പോവാം. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഫോൾഡറിൻ്റെ അകത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫയൽസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം burp.sh, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഫയലാണ്. ഞാൻ അതെന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നീട്. സോ ഫസ്റ്റ് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് റീഡ്മി ഒരു PDF ഫയലും ഉണ്ട്, ടെക്സ്റ്റും ഉണ്ട്. സോ നിങ്ങൾ PDF നോക്കേണ്ട ആവശ്യമില്ല, ഈ ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ, സോ ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ടെർമിനൽ ഇയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ ടെർമിനൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് വലുതാക്കുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഇവിടെ മാറ്റുക, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ടെർമിനലും കൂടെ ഓപ്പൺ ചെയ്യുക. നമുക്കിവിടെ 2 ടെർമിനലിൻ്റെ യൂസ് ഉണ്ട്. സോ ജസ്റ്റ് അതും കൂടെ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കട്ടെ. ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങൾക്ക് ടെർമിനൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മളെ റീഡ്മി ഫയലിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇഫ് ലിനക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊട്ട് താഴെ ഒരു കമാൻഡ് തന്നിട്ടുണ്ട്, ഓപ്പൺ ബർപ്പ് സ്യൂട്ട് എന്ന് പറഞ്ഞു. ജസ്റ്റ് അത് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ടെർമിനലിൽ പോവുക, ഏതെങ്കിലും ഒരു ടെർമിനലിൽ പോവുക.
ഓക്കെ, ഏതെങ്കിലും ടെർമിനലിൽ പോയിട്ട് ജസ്റ്റ് ഇവിടെ ആ ഒരു കമാൻഡ് പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ബർപ്പ് സ്യൂട്ട് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് ഇത് ഓപ്പൺ ആയി വരുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ നോട്ട് പാഡ് ഒന്ന് സൂം ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത് ലോഡായി വരുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതും നിങ്ങളുടെ സിസ്റ്റത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തു ലോഡായി എടുക്കുന്ന ടൈമൊക്കെ. ഓക്കെ, സോ ഇവിടെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ഇവിടെ നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത് ലോഡായി വരുന്നത് വരെ. ആൻഡ് ഇവിടെ ലോഡായി വരുമ്പോഴത്തേക്ക് ഇവിടെ ജസ്റ്റ് ഒരു ബർപ്പ് സ്യൂട്ട് എന്ന് പറഞ്ഞൊരു ബാനറും കാര്യങ്ങളൊക്കെ വരും. ഇനി നമ്മൾ ഒരുപാട് സെറ്റപ്പ് ചെയ്യാനുണ്ട്. സോ ജസ്റ്റ് ഇത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ കറൻ്റ്ലി ആ ഒരു കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യും, എല്ലാം ഓക്കെ ആണെന്നൊക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബാക്കെൻഡിൽ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് ഇത് കംപ്ലീറ്റ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ വന്നിട്ട് ജസ്റ്റ് ചോദിക്കുക. അതുപോലെ ഞാൻ ഈ ഒരു സിപ്പ് ഫയലിൻ്റെ ഈ ഒരു സിപ്പ് ഫയൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലും ജസ്റ്റ് ഷെയർ ചെയ്തേക്കാം. സോ നിങ്ങൾ ആ ഒരു ചാനലിലൂടെ ജോയിൻ ചെയ്തിരുന്നാൽ ഇതുപോലത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബർപ്പ് സ്യൂട്ട് ഇൻസ്റ്റാളായി ലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു എഗ്രിമെൻറ്റ് ചോദിക്കും, ജസ്റ്റ് ഐ അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക, സെലക്ട് ലൈസൻസി ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജസ്റ്റ് ഇവിടെ രണ്ടാമത്തെ ടെർമിനൽ ഉണ്ടല്ലോ അവിടെ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഒരു തൊട്ട് താഴെ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ രണ്ടാമത്തെ ടെർമിനലിൽ പോവുക. ഫസ്റ്റത്തെ ജസ്റ്റ് ഓപ്പൺ ആക്കാതെ വെച്ചിരിക്കുന്ന ടെർമിനലിൽ പോവുക. നോട്ട് പാഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ആ ഒരു കമാൻഡ് പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, സോ എൻ്റർ കൊടുക്കുന്ന ടൈമിൽ ഇവിടെ ഒരു ഓപ്ഷൻ ലൈസൻസ് എന്നും പറഞ്ഞിട്ട് ഒരു സാധനം ഒരു പോപ്പ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ലൈസൻസ് ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ എ കൊടുക്കുക ആൻഡ് കൺട്രോൾ സി കൊടുക്കുന്ന ടൈമിൽ കോപ്പി ആവും. അതിനുശേഷം അത് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന ടൈമിൽ ഇവിടെ ആക്ടിവേഷൻ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് നിങ്ങൾ ഇതിലൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് താഴെ പോകുമ്പോൾ ഇവിടെ മാനുവൽ ആക്ടിവേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ജനറേറ്റ് ആണ്. ജസ്റ്റ് ഇവിടെ കൊടുത്ത് കോപ്പി റിക്വസ്റ്റ് കൊടുക്കുക ആൻഡ് ഇവിടെ വന്നിട്ട് കൺട്രോൾ വി അടിക്കുക. ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ആയി ആ ഒരു റിക്വസ്റ്റ്. ഇവിടെ എന്നിട്ട് ആക്ടിവേഷൻ റെസ്പോൺസ് ക്രിയേറ്റ് ആയി. ജസ്റ്റ് കൺട്രോൾ എ കൺട്രോൾ സി കൊടുക്കുക. അപ്പോൾ ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ വന്നിട്ട് പേസ്റ്റ് റെസ്പോൺസ് കൊടുക്കുക. സോ നമ്മുടെ ആ ഒരു റെസ്പോൺസ് പേസ്റ്റ് ആയി. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം യുവർ ലൈസൻസ് ഈസ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആൻഡ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളെ ആ ഒരു പ്രൊഫഷണൽ വെർഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നേരത്തെ കമ്മ്യൂണിറ്റി എഡിഷനിൽ ജസ്റ്റ് ഈ ടെമ്പററി പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ന്യൂ പ്രോജക്റ്റ്, ഓപ്പൺ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് എന്നും പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ വന്നു. സോ നിങ്ങൾക്ക് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പേരും കൊടുത്ത് നമുക്ക് ആ ഒരു ഫോൾഡറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറിൽ ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ജസ്റ്റ് ടെമ്പററി പ്രോജക്റ്റ് ആണെങ്കിൽ നേരത്തെ പോലെ ഒരു ടെമ്പററി പ്രോജക്റ്റ് ക്രിയേറ്റ് ആയും അത് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ കംപ്ലീറ്റ്ലി ക്ലോസ് ആയി പോകും. പിന്നെ ഇവിടെ ഓപ്പൺ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും ഏത് ഫോൾഡറിൽ നിന്ന് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്തിട്ട് ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ടെമ്പററി പ്രോജക്റ്റ് തന്നെ ക്ലിക്കായിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓപ്പണായി വരുന്നുണ്ടോ ഇല്ല. സോ ജസ്റ്റ് സ്റ്റാർട്ട് ബർപ്പ് കൊടുക്കുക. സ്റ്റാർട്ട് ബർപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ ഇതും ഓപ്പണായി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. സോ ഇത് ഓപ്പണായി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പ്രോജക്റ്റ് പ്ലീസ് വെയിറ്റ് എന്നും പറഞ്ഞൊരു ലോഡിങ് ഓപ്ഷൻസ് ആണ് കാണുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബർപ്പ് സ്യൂട്ട് ഓപ്പണായി വന്നിട്ടുണ്ട്. സോ നമ്മുടെ പ്രൊഫഷണൽ വെർഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഇതും ഔട്ട്ഡേറ്റഡ് എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഡോൺ ഷോ കൊടുത്ത് ഓക്കെ കൊടുത്ത് വിടുക.
സോ ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെയും അവൈലബിൾ ആണ് ആ കമ്മ്യൂണിറ്റിയിലുള്ളത്. പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയും നമ്മുടെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് ബർപ്പിൽ ഈ കൊളാബറേറ്റർ ഓപ്ഷനൊന്നും നിങ്ങൾക്ക് അവൈലബിൾ അല്ല. നമ്മൾ SSRF വൾണറബിലിറ്റി ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് ഇതൊന്നും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ അല്ല. പ്രോയിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ലൈക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈക്ക് പ്രൊഫഷണൽ ബർപ്പ് സ്യൂട്ട് ഇൻസ്റ്റാൾ ആയി. സോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും, ഇപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്തു ആൻഡ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യും എന്നുള്ള കാര്യം. ആൻഡ് ഇതിൽ കണ്ടില്ല, നിങ്ങൾ ഈ ഒരു ടെർമിനൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ബർപ്പ് സ്യൂട്ട് കംപ്ലീറ്റ്ലി ലൈക്ക് ക്ലോസ് ആയി പോകും. സോ ഈ ഒരു ടെർമിനൽ നിങ്ങൾ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ. സോ ജസ്റ്റ് നിങ്ങൾ ഇത് ക്ലോസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണും. സോ അത് ഞാൻ പറഞ്ഞുതരാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഞാൻ ഈ ടെർമിനലെല്ലാം ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ burp.sh എന്നും പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. ജസ്റ്റ് ഓപ്പൺ വിത്ത് മൗസ് പേഡ് കൊടുത്ത് നിങ്ങൾക്ക് കാണാം. ഇത് ഒരു കമാൻഡാണ്. ഇത് നമ്മുടെ ആ ഒരു ബർപ്പ് സ്യൂട്ട് ടൂള് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ലൈക്ക് ഒരു കമാൻഡാണ്. ഈ ഒരു കമാൻഡ് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ടെർമിനൽ ഓപ്പൺ ടെർമിനൽ ഹിയർ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കമാൻഡ് കൊടുക്കുന്ന ടൈമിൽ എന്നിട്ട് എൻ്റർ കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ആയി വരും. സോ ഈ ഒരു കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഇത് മനസ്സിൽ ലൈക്ക് ഓർമ്മിച്ച് വയ്ക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പാടായിരിക്കുമല്ലോ, ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. സോ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ജസ്റ്റ് Ctrl+C അടിച്ച് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് chmod ജസ്റ്റ് ഞാൻ സൂം ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ സൂം ഇൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കമാൻഡ് chmod +x സ്പേസ് കൊടുത്തിട്ട് burp.sh ഈ ഒരു ഫയലുണ്ടല്ലോ, ഈ ഒരു ഫയലിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. burp.sh എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആൻഡ് എൻ്റർ കൊടുക്കുക. സോ ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു burp.sh എന്ന് പറഞ്ഞ ഫയലിന് ഒരു പെർമിഷൻ കൊടുത്തതാണ് ഇവിടെ നമ്മൾ ചെയ്തത്. അതിനുശേഷം നമുക്കിപ്പോൾ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഫോൾഡറിൽ വരിക. ഇപ്പോൾ നമ്മളെ കേസിൽ ഇപ്പോൾ ഡൗൺലോഡ്സിൽ വന്നിട്ട് നിങ്ങൾ ആ ഒരു ഫോൾഡറിൽ വന്നു. അതിനുശേഷം ജസ്റ്റ് ഓപ്പൺ ടെർമിനൽ ഹിയർ കൊടുക്കുക. സോ ഇത് നിങ്ങൾക്ക് ഞാൻ ബിഗിനർ ആയിട്ടുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ലൈക്ക് ഇവിടെ ഓപ്പൺ ടെർമിനൽ കൊടുത്തിട്ട് കാണിച്ചത്. ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ടെർമിനൽ വഴി തന്നെ ഈ ഒരു ഫോൾഡറിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ബിഗിനർ ആയിരിക്കും മോസ്റ്റ്ലി ഈ ഒരു വീഡിയോ കാണുന്നത്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞു തരുന്നത്. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യണത്, ജസ്റ്റ് burp.sh എന്ന് കൊടുക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് എടുത്തിട്ട് എൻ്റർ കൊടുക്കുക. സോ ഇപ്പം നിങ്ങൾക്ക് കാണാം, നേരത്തെ നമ്മളൊരു വലിയൊരു കമാൻഡ് കൊടുത്തിട്ടാണ് ഇത് ഓപ്പൺ ആയി വന്നത്. ജസ്റ്റ് ഈ ഒരു കമാൻഡ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ആയി വരും. സോ ഞാൻ ജസ്റ്റ് ഇത് ഓക്കെ കൊടുക്കാം. സോ ഇപ്പോൾ നമ്മുടെ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ആയി വരും. ഞാൻ അത് കാണിക്കുന്നില്ല. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ട് നമ്മുടെ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ആയി വരും. ഓക്കെ, സോ അത്രയും ടൈമും കൂടെ വേസ്റ്റ് ആണ് അത് ഓപ്പൺ ആയി എടുക്കുന്ന ടൈം. സോ ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, ഞങ്ങൾക്ക് കാണിച്ചു തരാം. കാണിച്ചു തന്നതിന് ശേഷം ഞാനിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചതിൻ്റെ ആ ഒരു ഫയലാണ്. ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുക. സോ ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ എടുക്കാൻ പാടാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലിനക്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ഒരു ലോഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് നമുക്ക് ലൈക്ക് ഇതുപോലൊരു ഓപ്ഷൻ ആയിട്ട് തന്നെ ഇവിടെ ഒന്ന് കിടക്കും. ജസ്റ്റ് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ആയി വരും.
ഓക്കെ, അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഓപ്പൺ ലൈക്ക് ക്രിയേറ്റ് ലോഞ്ചർ കൊടുക്കുക. ക്രിയേറ്റ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ചോദിക്കും നിങ്ങൾക്ക് എന്താണെന്ന്. സോ നമുക്ക് ഇവിടെ ബർപ്പ് സ്യൂട്ട് പ്രോ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ജസ്റ്റ് കമൻറ്റ് എന്തെങ്കിലും കൊടുക്കുകയുണ്ടെങ്കിൽ കമൻറ്റ് കൊടുക്കാം. കറൻ്റ്ലി ഇപ്പം നമുക്ക് അങ്ങനെയൊന്നുമില്ല, ലൈക്ക് കമൻ്റ് ഒന്നും കൊടുക്കാനില്ല. അതിനുശേഷം ഇവിടെ വർക്കിംഗ് ഡയറക്ടറി. സോ ഇവിടെ നിങ്ങൾക്ക് വർക്കിംഗ് ഡയറക്ടറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ ഏത് ഫോൾഡറിലാണോ ഡൗൺലോഡ് ചെയ്ത് ആ ഫോൾഡറിൽ പോകുക. സോ നമ്മൾ ഡൗൺലോഡ്സിൽ ഇവിടെ ബർപ്പ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ട്. ജസ്റ്റ് അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഫോൾഡർ സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഐക്കൺ ഉണ്ട്, നോ ഐക്കൺ ആണ് കിടക്കുന്നത്. സോ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺ കൊടുക്കാൻ പറ്റും. സോ നമുക്കിവിടെ ബർപ്പ് എന്ന് സെർച്ച് ചെയ്യാം. ബർപ്പ് എന്ന് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ബർപ്പ് സ്യൂട്ടിൻ്റെ ഐക്കൺ കാണാം. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. സോ ഇവിടെ നമുക്ക് ഐക്കണും സെലക്ട് ആയി. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മളെ നേരത്തെ ആ ഒരു ഫയലിൽ കണ്ട കമൻറ്റ് ഉണ്ടല്ലോ, ജസ്റ്റ് അത് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് പേസ്റ്റ് കൊടുക്കുക ആൻഡ് ക്രിയേറ്റ് കൊടുക്കുക. സോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇവിടെ ബർപ്പ് സ്യൂട്ട് പ്രോ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ബർപ്പ് സ്യൂട്ട് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു ആ ഒരു ടൈമിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. സോ നമ്മുടെ ബർപ്പ് സ്യൂട്ട് പ്രോ ഇവിടെ ഓപ്പൺ ആയി വരും. സോ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബർപ്പ് സ്യൂട്ട് ഈ ഒരു രീതിയിലും ഓപ്പൺ ആക്കാൻ പറ്റും. ഞാൻ എല്ലാ രീതിയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടി. സോ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. സോ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. നോർമലായി നമ്മുടെ ബർപ്പ് സ്യൂട്ട് വരുന്ന രീതിയിൽ തന്നെ ഓപ്പൺ ആയി വരും. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ടെർമിനൽ ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല, ഒരു ആവശ്യമില്ല. ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ മാത്രം ജസ്റ്റ് ഇതെല്ലാം സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ ഓപ്പൺ ആക്കാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത് ഓപ്പണായി വരെ ഒരുപാട് ടൈം എടുക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ലൈക്ക് ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ബട്ട് നമുക്ക് ടെർമിനലാണെങ്കിൽ അതിൽ കറക്റ്റ് ലോഗും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും ഇറർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇറർ മെസ്സേജും കാര്യങ്ങളൊക്കെ ടെർമിനലിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബർപ്പ് സ്യൂട്ട് നമ്മുടെ ബ്രൗസറുമായിട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ലൈക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻബിൽട്ടായിട്ട് വരുന്ന ആ ഒരു ബ്രൗസറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ റിക്വസ്റ്റ് എങ്ങനെയാണ് ഇവിടെ വരുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഫയർഫോക്സ്, നമ്മൾ മെയിൻലി ഫയർഫോക്സിലായിരിക്കുമല്ലോ വർക്ക് ചെയ്യാൻ പോകുന്നത്, ലൈക്ക് വെബ്സൈറ്റൊക്കെ ലോഡ് ചെയ്യുന്നതൊക്കെ. സോ ആ ഒരു നമ്മുടെ ബർപ്പ് സ്യൂട്ടിൽ നിന്ന് ഫയർഫോക്സിൽ നിന്ന് എങ്ങനെ നമ്മുടെ ബർപ്പ് സ്യൂട്ടിലോട്ട് ഇത് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാം, അതുപോലെ നമുക്ക് ഇതെങ്ങനെ നമ്മുടെ ഫയർഫോക്സുമായിട്ട് സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വർക്കാവുന്നത്. ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ഒരു ടാബിലോട്ടൊക്കെ സെൻഡ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ബ്രൗസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ അകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്ന ബ്രൗസർ ഓപ്പൺ ആയി വരും. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ നമുക്ക് വേറെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡയറക്റ്റ് ഇവിടെ നിന്ന് നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. സോ ഐ ഡോണ്ട് നോ, ഇതിലെന്തോ ഒരു എറർ മെസ്സേജ് വരുന്നുണ്ട്. എന്തൊരു ജാവയിൽ എന്തോ എറർ മെസ്സേജാണ് വരുന്നത്. സോ എനിവേ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ ആ ഒരു ബ്രൗസർ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. 2 ടാബ് ഓപ്പണായി. സോ ജസ്റ്റ് ഒന്ന് ഒരെണ്ണം ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലാഗ് ആവും. ഇപ്പോൾ തന്നെ അത്യാവശ്യം ലാഗായി. ഇത് വെർച്വൽ ബോക്സിലാണ്, ഞാൻ അധികം മെമ്മറിയും റാമും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ലാഗ് ആവുന്നത്. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വെർച്വൽ ബോക്സിൽ മാക്സിമം റാമും കാര്യങ്ങളൊക്കെ കൊടുക്കുക, എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഈ ഒരു ടൂളും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റൂ, യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ നമ്മുടെ ആ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബ്രൗസർ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഗൂഗിൾ വേണ്ട, നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഏത് കൊടുക്കാം, facebook.com കൊടുക്കാം.
സോ facebook.com ഓപ്പൺ ചെയ്യാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്യുന്ന റിക്വസ്റ്റ് ഇതിൽ എങ്ങനെയാണ് വരുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മളെ ഫേസ്ബുക്ക് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ആൻഡ് ഈ ബ്രൗസറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് HTTPS വെട്ടിയിരിക്കുന്നതാണ്, അത് നിങ്ങൾക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ facebook.com ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സൈഡിൽ നമ്മൾ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുകയാണെന്ന് വെച്ചോ, test@gmail.com. സോ നമ്മളൊരു ജിമെയിൽ കൊടുത്തു ആൻഡ് ഇവിടെ നമ്മൾ റാൻഡം ആയിട്ട് ഒരു പാസ്വേഡ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കുക. അതിനുശേഷം നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതിൽ നമ്മുടെ ആ ഒരു ഇത് വലുതാക്കാനുള്ള ഓപ്ഷൻ ഇല്ല. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു ക്വാളിറ്റി ജസ്റ്റ് മിനിമം ഒരു 720p എങ്കിലും ഇട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവൂ. എനിവേ ഞാൻ പറഞ്ഞു പോവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു facebook.comൻ്റെ ആ ഒരു റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കൊടുത്ത ഇമെയിൽ അതുപോലെ നമ്മൾ കൊടുത്ത പാസ്വേഡ് ഇവിടെ എൻക്രിപ്റ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. എനിവേ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതുപോലെ ഇതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡു ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് റെസ്പോൺസ് ടു ദീസ് റിക്വസ്റ്റ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫോർവേഡ് അടിക്കുക. സോ ഇത് ഫേസ്ബുക്കിൻ്റെ റിക്വസ്റ്റ് ആണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്ക് എൻഡ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുമ്പോൾ ഓരോ റിക്വസ്റ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ റെസ്പോൺസ് ഇവിടെ വന്നിട്ടുണ്ട്, ജസ്റ്റ് 200 ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ലോഗിൻ ഇൻകറക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വന്നത്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയാണ് ഇതിൽ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നത്. അതുപോലെ നമ്മളെ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ബ്രൗസർ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വെബ്സൈറ്റിൻ്റെ റിക്വസ്റ്റും ക്യാപ്ചർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ജസ്റ്റ് ഇൻ്റർസെപ്റ്റ് ഓഫ് കൊടുക്കുന്ന ടൈമിൽ ഇത് ഫുള്ള് ക്ലോസ് ചെയ്യും. ആൻഡ് ഇത് ഓണാക്കി വയ്ക്കുന്ന അത്രയും ടൈമിൽ ഇതിൻ്റെ റിക്വസ്റ്റ് ലോഡായി ഇങ്ങനെ ഈ ഒരു കംപ്ലീറ്റ്ലി ലോഡാവില്ല, ഈ ഒരു രീതിയിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ ഫോർവേഡ് കൊടുക്കുമ്പോൾ മാത്രമേ ഓരോ റിക്വസ്റ്റായിട്ട് പാസ്സായി പോകും. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോസ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നതെന്ന്. നെക്സ്റ്റ് നമ്മുടെ ഫയർഫോക്സുമായിട്ട് നമ്മുടെ ബർപ്പ് സ്യൂട്ട് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബർപ്പ് സ്യൂട്ട് ഫയർഫോക്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫയർഫോക്സ് ഓപ്പൺ ആക്കുന്ന റിക്വസ്റ്റ് എല്ലാം നമുക്ക് നമ്മുടെ ബർപ്പ് സ്യൂട്ടിൽ ക്യാപ്ചർ ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങളുടെ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ചെയ്യുക. സോ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ആയി വരും, നമ്മുടെ പ്രൊഫഷണൽ വെർഷൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഫയർഫോക്സ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി വെർഷനുമായിട്ടാണ് സെറ്റപ്പ് ചെയ്യേണ്ടെങ്കിലും സിമിലർ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിൽ വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല. സെയിം സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി ആയിട്ട് കോൺഫിഗർ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. സോ ഇത് ജസ്റ്റ് ഒന്ന് ലോഡായി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഇത് ലോഡായി വന്നതിന് ശേഷം നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരും. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ലോഡായി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടെർമിനൽ യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക് എൻഡിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത് കാണാൻ പറ്റും. ഡയറക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റില്ല. സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ടെമ്പററി പ്രോജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക, സ്റ്റാർട്ട് ബർപ്പ് കൊടുക്കുക. ഇത് ഇത്രയും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫയർഫോക്സ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫയർഫോക്സിൻ്റെ ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫയർഫോക്സ് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ ബ്രൗസറും ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കും. കാര്യം ഇതിൻ്റെ റാം ഞാൻ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ ഫയർഫോക്സും ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ന്യൂ ടാപ്പ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫയർഫോക്സിൻ്റെ അകത്തൊരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടെ പ്രോക്സി പോയിട്ട് ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കിയതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് youtube.com എന്ന് സെർച്ച് ചെയ്യുന്നു.
സെർച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ജസ്റ്റ് റിക്വസ്റ്റോ കാര്യങ്ങളോ ഒന്നും ക്യാപ്ചർ ചെയ്യുന്നില്ല. ഇവിടെ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ലോഡായി വന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് റിക്വസ്റ്റും കാര്യങ്ങളൊന്നും ബ്രൗസറിൽ നിന്നുള്ള റിക്വസ്റ്റും കാര്യങ്ങളൊന്നും ക്യാപ്ചർ ആവുന്നില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ യൂട്യൂബ് ലോഡായി വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബ്രൗസറിൽ ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യണം. പ്രോക്സി എന്ന് പറഞ്ഞാൽ അതിനായിട്ട് ജസ്റ്റ് എക്സ്റ്റൻഷൻ ഇവിടെ ഒരു സിമ്പിൾ ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈക്ക് പ്ലഗിനും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ഫോക്സി എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് സെർച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ബ്രൗസറിൽ ഈ artson.mozilla.org എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആകും. സോ ഇവിടെ ജസ്റ്റ് വന്നിട്ട് നിങ്ങൾ ഫോക്സി FOXY ആണ്, FOXY. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഫോക്സി പ്രോക്സി എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കാണാം. നമുക്ക് വേണ്ടത് ഈ ഒരു ഇതാണ് ഫോക്സി പ്രോക്സി ലൈക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്റ്റൻഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പേര് യൂസ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണും, ആഡ് ടു ഫയർഫോക്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഇപ്പോൾ ലോഡാവും. സോ ജസ്റ്റ് ഇത് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദിക്കും ആഡ് പ്രോക്സി ലൈക്ക് നമ്മളൊരു പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ആഡ് കൊടുക്കുക. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ലൈക്ക് ആഡ് ആയിട്ടുണ്ട്. സോ അലോ ദീസ് എക്സ്റ്റൻഷൻ ടു റൺ ഇൻ പ്രൈവറ്റ് വിൻഡോസ്, ജസ്റ്റ് അതും കൂടെ ക്ലിക്ക് ചെയ്യുക. ബിക്കോസ് മേ ബി നമുക്ക് 2 ബ്രൗസറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ലൈക്ക് പ്രൈവറ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുന്ന റിക്വസ്റ്റ് നമുക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ആ ഒരു എക്സ്റ്റൻഷൻ വിസിബിൾ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ന്യൂ ബ്രൗസറിൽ പോവുക, ജസ്റ്റ് ഇതെല്ലാം ക്ലോസ് ചെയ്യുക. ഇതെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൽ പോവുക, ഈ ഒരു എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ വേറൊന്നും ലൈക്ക് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ബ്രൗസറിൽ പോയി http://burp എന്ന് ജസ്റ്റ് ഒന്ന് സിംപ്ലി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് റീട്രൈ കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് ബ്രൗസറിൽ പോയിട്ട് ഈ ഒരു രീതിയിൽ സെർച്ച് ചെയ്താൽ വരേണ്ടതാണ്. സം കേസസ് നമുക്കത് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്നും പറഞ്ഞൊരു കാണാൻ പറ്റും. നമ്മുടെ ലൈക്ക് നമ്മുടെ ആ ഒരു പ്രോക്സി പോവുക, പ്രോക്സി ടാബിൽ പോയിട്ട് ഇവിടെ നമുക്ക് ഇൻ്റർസെപ്റ്റ് പേജ് ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഓപ്ഷൻസ് എന്നും പറഞ്ഞൊരു സിമ്പിളുണ്ട്, ഒരു ടാബുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റീജനറേറ്റ് CA സർട്ടിഫിക്കറ്റ്, ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് CA സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണാം. ജസ്റ്റ് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. സർട്ടിഫിക്കറ്റ് ലൈക്ക് നമുക്ക് എക്സ്പോർട്ടാണ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻ DER ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്കിത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാൻ പറയും. സോ ജസ്റ്റ് സെലക്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിൽ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഡൗൺലോഡ് ഫോൾഡർ സെലക്ട് ചെയ്തു. ജസ്റ്റ് ഇതിൻ്റെ നെയിം ബർപ്പ് എന്ന് ജസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, സോ ബർപ്പ് എന്ന് ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് സേവ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാസ് സക്സസ്ഫുള്ളി എക്സ്പോർട്ട് എന്നും പറഞ്ഞ് കാണിക്കും. ജസ്റ്റ് ക്ലോസ് കൊടുക്കുക. ക്ലോസ് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ടെർമിനലിൽ പോയി നമ്മുടെ ആ ഒരു ഫോൾഡറിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് കാണാം. ജസ്റ്റ് ഡൗൺലോഡ് ഫോൾഡർ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ബർപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കാണാം. സോ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ ഓപ്ഷനിൽ പോയിട്ട് ഈ ഒരു 3 ഡോട്ട് ഉണ്ട്, ലൈക്ക് 3 ലൈൻസ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ ലൈക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്യുക. സോ ജസ്റ്റ് വ്യൂ സർട്ടിഫിക്കറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം, സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക.
അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നൊക്കെ പറയും. ജസ്റ്റ് ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഇവിടെ ലൈക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഐ തിങ്ക് ഇതിൻ്റെ ഫോർമാറ്റ് നമ്മൾ CRTന്ന് മാറ്റേണ്ടി വരും. റീനെയിം കൊടുക്കുക. ഡോട്ട് ജസ്റ്റ് CRT. ഓക്കെ, സോ CRT എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാക്കുക. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കുക, എന്നിട്ട് burp.crt എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സേവ് എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഫയൽ നെയിം ഈ ഒരു രീതിയിൽ കൊടുക്കുക. സോ ജസ്റ്റ് നമുക്കിപ്പോൾ കാണാം burp.crt എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദിക്കും നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ. സോ ട്രസ്റ്റ് ദിസ്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ രണ്ട് ഓപ്ഷനും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഓക്കെ കൊടുക്കുക ആൻഡ് ഓക്കെ കൊടുക്കുക. സോ നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഇൻസ്റ്റാൾ ആയി. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ താഴോട്ട് പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് താഴോട്ട് പോയി നോക്കുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം പോർട്സിഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ടാബിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇതെല്ലാം സെറ്റാണ്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എക്സ്റ്റൻഷനിലാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ എക്സ്റ്റൻഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ഡിസേബിൾ ആണ് കിടക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആയി വരും. സോ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ പ്രോക്സി ക്ലിക്ക് ചെയ്യുക. പ്രോക്സി ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇവിടെ പ്രോക്സി ടാബിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ കൊടുത്തിരിക്കുന്ന IP 127.0.0.1 പിന്നെ പോർട്ട് 8080 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ എക്സാക്ട്ലി സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ആ ഒരു ബ്രൗസറിലും സെറ്റ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്യുക. ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ബർപ്പ് എന്ന് ജസ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ബർപ്പ് സ്യൂട്ടിൻ്റെ അകത്ത് ഈ സിമ്പിൾ കൂട്ടാൻ പറ്റുന്ന ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ഞാൻ നോക്കിയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ കൂട്ടാം. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഒരു 720p ഒരു ഇതെങ്കിലും ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റൂ കാര്യങ്ങളൊക്കെ. സോ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കൺട്രി കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡിഫോൾട്ടായിട്ട് കൊടുക്കുക. ഇവിടെ ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾ 127.0.0.1 എന്ന് കൊടുക്കുക. നമ്മുടെ ആ ഒരു ഇതിൽ കിടക്കുന്ന ആ സെയിം IP തന്നെ ഇവിടെ കൊടുക്കുക. അതുപോലെ പോർട്ട് നമ്പറും എക്സാക്ട്ലി സെയിം തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന സെയിം പോർട്ട് നമ്പർ തന്നെ ഇവിടെ നമ്മൾ കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം ജസ്റ്റ് സേവ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ സേവ് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ കൊടുത്ത സംഭവമല്ല സേവ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് അതിനുശേഷം ഇവിടെ ലൈക്ക് ബർപ്പിൻ്റെ ആ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസേബിൾ പിന്നെ ബർപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. സോ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഇത് പ്രോപ്പറായിട്ട് കോൺഫിഗർ ആയിട്ടുണ്ടോ ഇല്ലെന്ന്. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളെ ബ്രൗസറിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഡിസേബിൾ മാറ്റി ഇത് ഓൺ ആക്കണം. അതിന് വേണ്ടി ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് ഡിസേബിൾ ആയിരിക്കും ഇവിടെ ഒരു മൈനസ് സിമ്പിളാണ് കാണിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ബർപ്പിൽ ക്ലിക്ക് ചെയ്യുക. ബർപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് മാറിയിട്ട് ഒരു ബർപ്പ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇവിടെ എഴുതി വന്നിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ബർപ്പ് ഓൺ ആണ് എന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ജസ്റ്റ് youtube.com തന്നെ എടുക്കുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കാം ഇവിടെ റിക്വസ്റ്റ് വരുന്നുണ്ടോ ഇല്ലെന്ന്. സോ നമ്മൾ youtube.com ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആൻഡ് ഇവിടുത്തെ ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് ഓൺ ആക്കിയാൽ മാത്രം നമ്മൾ റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചർ ആവും. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളെ ബ്രൗസറിൽ നിന്നുള്ള റിക്വസ്റ്റ് എല്ലാം ഇവിടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുക.
ഓക്കെ, നമുക്ക് എല്ലാ റിക്വസ്റ്റും ഇവിടെ ക്യാപ്ചർ ആവുന്നുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് യൂട്യൂബ് ലോഡായി വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ അത് റിലേറ്റഡ് ചെയ്ത റിക്വസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരൊറ്റ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ കണ്ടു. ഇനി നമുക്ക് അത് ലോഡ് ആവുന്നതനുസരിച്ച് ഇവിടെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കാണാം. സോ നമ്മുടെ യൂട്യൂബിൽ നിന്ന് നെക്സ്റ്റ് റിക്വസ്റ്റ് വന്നു, ഫോർവേഡ് കൊടുക്കുക. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു യൂട്യൂബും നമ്മുടെ ബ്രൗസർ ഫയർഫോക്സ് ബ്രൗസറും നമ്മുടെ ബർപ്പ് സ്യൂട്ടുമായിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ ഓരോ ടാബായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ലൈക്ക് ഇതിന് എന്താണ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. സോ ഞാൻ ഇത്രയും കാര്യങ്ങൾ കാണിച്ച എൻ്റെ വെർച്വൽ ബോക്സിലാണ്. ഇനി ഞാൻ മെയിൻലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു മെഷീൻ ഉണ്ട്, ലൈക്ക് ബഗ് ബൗണ്ടിയൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഉബുണ്ടു മെഷീൻ ഉണ്ട്. സോ ഞാൻ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ അതിലായിരിക്കും കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്കിനി ഇതിൻ്റെ ഓരോ ടാബ് എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യത്തിലോട്ടൊക്കെ പോവാം. സോ നമ്മൾ ഇത്ര നേരം നമ്മുടെ ബർപ്പ് സ്യൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുപോലെ നമ്മൾ കമ്മ്യൂണിറ്റി എഡിഷൻ നിങ്ങൾ പരിചയപ്പെട്ട്, അതുപോലെ നമ്മളെ പ്രോ വെർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ആൻഡ് നമ്മൾ ഫയർഫോക്സുമായിട്ട് സെറ്റപ്പ് ചെയ്തു. സോ ഇത്രയും സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയെങ്കിൽ നമുക്കിനി നെക്സ്റ്റ് നിങ്ങൾ ആ കമ്മ്യൂണിറ്റി എഡിഷനും പ്രോ വെർഷനൊക്കെ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടായിരുന്നു ഇഷ്ടം പോലെ ടാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് നിങ്ങൾ കൺഫ്യൂസ് ആയിരിക്കും. ബട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ നമുക്ക് ഓരോ ടാബായിട്ട് നമുക്ക് എന്താണ് അത് വർക്ക് ചെയ്യുന്നത്, ലൈക്ക് എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് ആൻഡ് അതിന് എന്തൊക്കെയാണ് അതിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങളുടെ ബർപ്പ് സ്യൂട്ട് ഓപ്പൺ ആക്കി വയ്ക്കുക. സോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ലൈക്ക് നമ്മുടെ ഫയർഫോക്സ് സെറ്റപ്പ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്കിത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല, ബട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു 720p ഒക്കെ ഇടണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂട്ടാനുള്ള ലൈക്ക് ഇതിൻ്റെ ഫോണ്ട് കൂട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ യൂസർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിൽ പോയിട്ട് ഡിസ്പ്ലേയിൽ പോയിട്ട് ജസ്റ്റ് ഇപ്പോൾ ഫോൺ സൈസ് 13 ആണ് കിടക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ ഒരു 14 ലൈക്ക് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണുന്ന രീതിയിൽ ആക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തന്നെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡാർക്ക് തീം ആക്കാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബർപ്പ് സ്യൂട്ട് ഉള്ളത്. സോ ഞാൻ ഇപ്പോൾ കറൻ്റ് ലൈറ്റായിട്ട് തന്നെ ഇട്ടേക്കാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്ന ഫോണ്ട് മാറ്റണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. സോ ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ടോപ്പിക് അതല്ല, നമുക്ക് ഓരോന്നിലായിട്ട് വരാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് ഈ ബർപ്പ് സ്യൂട്ടും നമ്മുടെ ഫയർഫോക്സ് തമ്മിൽ വർക്കാവുന്നത്, അതുപോലെ അതിൽ നിന്ന് റിക്വസ്റ്റ് എങ്ങനെയാണ് ഇതിലോട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് ബ്രൗസർ ഞാൻ ഓപ്പൺ ആക്കി. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ്, testphp.1web.com എന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ലോഡ് ചെയ്യണം, ഈ സൈറ്റ് ലോഡ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്യുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ബർപ്പ് സ്യൂട്ടിൽ ഒരു റിക്വസ്റ്റും വന്നിട്ടില്ല. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ബർപ്പ് സ്യൂട്ടിൽ ഒരു റിക്വസ്റ്റും വന്നിട്ടില്ല, കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ റിക്വസ്റ്റ് ക്യാപ്ചർ ആണ്. അതിന് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു പ്രോക്സി ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ എൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഈ ബർപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ മാത്രമേ കാണൂ. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു ബർപ്പ് സ്യൂട്ടിൻ്റെ ലൈക്ക് പ്രോക്സി എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഓൺ ആവും. എക്സ്റ്റൻഷൻ ഓൺ ആകുമ്പോൾ നമ്മൾ ബർപ്പിൽ സെറ്റ് ചെയ്ത IP ഓർമ്മ ഉണ്ട്, 127.0.0.1. അത് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ആണ്. അതുപോലെ പോർട്ട് 80 എന്ന് പറഞ്ഞൊരു പോർട്ടലാണ് ഇത് ലൈക്ക് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പോർട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഓൺ ആക്കുന്ന ടൈമിൽ നമ്മുടെ ബർപ്പ് സ്യൂട്ടിൽ ഇവിടെ നിങ്ങൾ ഓപ്ഷൻസിൽ പോയാൽ കാണാം, നിങ്ങൾക്ക് ഇവിടെ റണ്ണിങ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ പോകുമ്പോഴത്തേക്കും ലൈക്ക് എഡിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പോർട്ട് 8080, അതുപോലെ ഒരു സ്പെസിഫിക് IP ഇവിടെ നിങ്ങൾക്ക് കാണാം. സോ ഈ ഒരു IPയിൽ നമ്മുടെ ഈ ഒരു ലൈക്ക് ബർപ്പ് സ്യൂട്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഈ ഒരു പോർട്ടിൽ കൂടെ എന്ത് റിക്വസ്റ്റ് പോയാലും അതിവിടെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബർപ്പ് ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ പ്രോക്സി എന്ന് പറഞ്ഞ ടാബിൽ പോവുക. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ടാബാണ് പ്രോക്സി. അതിൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞ ആ ടാബിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫോർവേഡ്, ഡ്രോപ്പ്, ഇൻ്റർസെപ്റ്റ് ഈസ് ഓഫ്, ആക്ഷൻ, ഓപ്പൺ ബ്രൗസർ.
ഈ ഓപ്പൺ ബ്രൗസർ ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു ബ്രൗസറാണ്, പ്രീ കോൺഫിഗർ ചെയ്തൊരു ബ്രൗസറാണ്. ജസ്റ്റ് അത് വിട്ടേക്കുക. ആൻഡ് ബാക്കിയുള്ള സ്റ്റെപ്പ് എല്ലാം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ഇൻ്റർസെപ്റ്റ് ഈസ് ഓഫ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. സോ ഇത് ഓൺ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസറിൽ നിന്നുള്ള റിക്വസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഇവിടെ സെർച്ച് ചെയ്തപ്പോഴൊന്നും ഒന്നും കാണാൻ പറ്റില്ല. സോ ഇപ്പോൾ ഞാൻ ഈ എക്സ്റ്റൻഷനും ഓണാക്കി. ഓക്കെ, സോ നമ്മുടെ എക്സ്റ്റൻഷനും ഓണാക്കി, ബർപ്പിൽ വന്നിട്ട് ഇൻ്റർസെപ്റ്റും ഓണാക്കി. അതിനുശേഷം നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഗോ കൊടുക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു ബർപ്പിൻ്റെ അകത്ത്, ബർപ്പ് സ്യൂട്ടിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്താണ് സെർച്ച് ചെയ്തത്? ടെസ്റ്റാണ് സെർച്ച് ചെയ്തത്. സോ നമ്മൾ ഗോ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്തു, ആ ഒരു റിക്വസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ആ ഒരു റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഇനി നമുക്ക് ഈ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ കറൻ്റ് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റോപ്പായി നിൽക്കുകയാണ് ആ റിക്വസ്റ്റ്. ഇവിടെ നമ്മൾ ഫോർവേഡ് കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ ലോഡായി കംപ്ലീറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഫോർവേഡ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ ബ്രൗസറിൽ നിന്ന് സെർവറിലോട്ട് റിക്വസ്റ്റ് പോകും. അത്രയും നേരം നമ്മളിവിടെ പോസ് ചെയ്ത് വച്ചേക്കുന്ന കണക്ക് നമ്മുടെ റിക്വസ്റ്റ് സ്റ്റോപ്പായി നിൽക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. സോ നമ്മൾ ഇവിടെ ഇൻ്റർസെപ്റ്റ് കൊടുക്കുന്നു, ടെസ്റ്റ് കൊടുക്കുന്നു, ഗോ കൊടുക്കുന്നു, ലൈക്ക് സെർച്ച് കൊടുക്കുന്നു. അപ്പോൾ റിക്വസ്റ്റ് ക്യാപ്ചറായി. സോ ഇവിടെ ഈ ഒരു ഫോർവേഡ് കൊടുത്താൽ മാത്രമേ സെർവറിലോട്ട് നമ്മൾ റിക്വസ്റ്റ് പോകും. അത്രയും ടൈം ഇവിടെ ഈ ഒരു രീതിയിൽ ലോഡായിക്കൊണ്ടിരിക്കുകയുള്ളൂ. നിങ്ങൾ എത്ര ടൈം ഇത് പോസ് ചെയ്ത് വെച്ചിരിക്കുന്നോ അത്രയും ടൈം നമ്മളെ ഈ റിക്വസ്റ്റ് നമ്മുടെ ബ്രൗസറിൽ പോകില്ല. സോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ രണ്ട് ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങൾക്ക് രണ്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം റിക്വസ്റ്റ് ക്യാപ്ചർ ആയിരിക്കുന്നു, ലോഡായിക്കൊണ്ടിരിക്കുന്നു. സോ ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുന്നു, ഇവിടെ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ലോഡായി നമ്മളെ സെർവറിലോട്ട് ഈ ഒരു റിക്വസ്റ്റ് പോയി. സോ ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഇപ്പോൾ നിങ്ങൾ ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കിയില്ല, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിക്വസ്റ്റ് ക്യാപ്ചർ ആവോ ഇല്ല എന്നായിരിക്കും. ലൈക്ക് നമ്മൾ എക്സ്റ്റൻഷൻ ഓൺ ആക്കി ബട്ട് ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബ്രൗസറിൽ എന്ത് റിക്വസ്റ്റ് നടന്നാലും ഇത് ക്യാപ്ചർ ആവും. പക്ഷേ നമുക്കിവിടെ ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ റിക്വസ്റ്റ് ഇവിടെ കാണാൻ പറ്റില്ല. പക്ഷേ നിങ്ങളിപ്പോൾ വന്നിട്ട് ഇവിടെ google.com സെർച്ച് ചെയ്തു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓട്ടോമാറ്റിക്കലി google.com ലോഡായി വന്നു. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻ്റർസെപ്റ്റ് ഒന്നും ഓൺ ആയിട്ടില്ല. ലൈക്ക് ഇവിടെ നിങ്ങൾക്ക് ഇൻ്റർസെപ്റ്റ് റിക്വസ്റ്റ് ഒന്നും ക്യാപ്ചർ ചെയ്യില്ല, ഇൻ്റർസെപ്റ്റ് ഓഫാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ബ്രൗസർ ലോഡായി, പക്ഷേ എക്സ്റ്റൻഷൻ ഓൺ ആണ്. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൽ കൂടെ പോകുന്ന ഈ ബ്രൗസറിൽ കൂടെ പോകുന്ന റിക്വസ്റ്റ് എല്ലാം ക്യാപ്ചർ ആയിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അതേസമയം ഇവിടെ ടാർഗറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ നമ്മുടെ ബ്രൗസർ ത്രൂ റിക്വസ്റ്റ് ചെയ്ത എല്ലാ റിക്വസ്റ്റും ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം google.com പോയിട്ടുള്ള റിക്വസ്റ്റ് എല്ലാം ഇവിടെ കാണാം. അതുപോലെ നമ്മൾ നമ്മൾ ടെസ്റ്റ് സൈറ്റിൽ സെർച്ച് ചെയ്ത റിക്വസ്റ്റ് എല്ലാം ഇവിടെ കാണാം. സോ നമ്മുടെ ബ്രൗസർ ത്രൂ എന്തൊക്കെ റിക്വസ്റ്റ് പോയോ അതെല്ലാം ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. പക്ഷേ ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കിയാൽ മാത്രമേ നമുക്കിവിടെ റിക്വസ്റ്റ് ഇവിടെ കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ വ്യൂ ചെയ്യാനും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, എഡിറ്റ് ചെയ്യാൻ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇങ്ങനെയാണ് നമ്മളെ ബർപ്പ് സ്യൂട്ട് വർക്ക് ആവുന്നത്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് ഓരോ ടാബായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ടാബാണ് പ്രോക്സി. ഈ പ്രോക്സി എന്ന് പറഞ്ഞ ടാബ് എന്തിനാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. പ്രോക്സി എന്ന് പറയുന്ന ടാബിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ ഈ പ്രോക്സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ തൊട്ട് താഴെ ഇൻ്റർസെപ്റ്റ്, HTTP ഹിസ്റ്ററി, വെബ് സോക്കറ്റ് ഹിസ്റ്ററി, ഓപ്ഷൻസ് എന്നും പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ റിക്വസ്റ്റ് ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ഇവിടെ നിന്ന് തന്നെ മോഡിഫൈ ചെയ്യാനും അല്ലെങ്കിൽ നമുക്കൊരു റിക്വസ്റ്റ് വേണ്ട ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു ലൈക്ക് ഒരു ഓപ്ഷനാണ് ഇൻ്റർസെപ്റ്റ്. നമ്മൾ മെയിൻലി നമ്മളെ റിക്വസ്റ്റ് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ വരുന്നതാണ് ഈ ഒരു രീതിയിലൊക്കെ. ആൻഡ് HTTP ഹിസ്റ്ററി എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു നമ്മൾ ടാർഗറ്റ് കണ്ടില്ലേ, അതുപോലെ ഈ ടാർഗറ്റിൽ നമുക്കൊരു ട്രീ സ്ട്രക്ചറിൽ ഓരോ സൈറ്റിൻ്റെയും റിക്വസ്റ്റും കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇവിടെ വന്ന് HTTP ഹിസ്റ്ററി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സൈറ്റും ലൈക്ക് കറൻ്റ്ലി റിയൽ ടൈമായിട്ട് ഇപ്പോൾ സൈറ്റ് വൈസ് അല്ല, നമുക്ക് ഫസ്റ്റ് google.com റിക്വസ്റ്റ് പോയി അതിൻ്റെ റെസ്പോൺസ് വന്ന് അത് static.com എന്ന് പറഞ്ഞാൽ ആ ഒരു സൈറ്റ് റിക്വസ്റ്റ് പോയി അതിൻ്റെ റെസ്പോൺസ് വന്ന് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലൈക്ക് ഓരോ റിക്വസ്റ്റ് കഴിഞ്ഞ് അടുത്ത റിക്വസ്റ്റ് എന്താണ് പോകുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതാണ് HTTP ഹിസ്റ്ററി.
ആൻഡ് നെക്സ്റ്റ് വെബ് സോക്കറ്റ് ഹിസ്റ്ററി. ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ ഒന്നും പിടിച്ചിട്ടില്ല. ഈ വെബ് സോക്കറ്റ് ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെബ്സൈറ്റിലൊക്കെ ചാറ്റ് ബോട്ടും കാര്യങ്ങളൊക്കെ കാണും. നിങ്ങൾക്ക് സപ്പോർട്ട് ടീമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് ബോട്ടൊക്കെ സൈഡിൽ കാണും. സോ ചാറ്റ് ബോട്ട് വർക്ക് ആവുന്ന മെയിൻലി ഈ വെബ് സോക്കറ്റ് എന്ന് പറഞ്ഞ് WS എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് ഇത് പോകുന്നത്. സോ അങ്ങനത്തെ റിക്വസ്റ്റ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ആ ഒരു ടെസ്റ്റ് സൈഡിൽ അങ്ങനത്തെ ചാറ്റ് ബോട്ടോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വെബ് സോക്കറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആൻഡ് ലാസ്റ്റ് നമുക്ക് ഇതിൽ വരുന്നൊരു ഓപ്ഷനാണ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. സോ ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ലിസണർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരെണ്ണം ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേറൊരു IP ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് സ്പെസിഫൈ IP കൊടുത്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ റിക്വസ്റ്റ് ഹാൻഡ്ലിങ്ങും സർട്ടിഫിക്കറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാം. ജസ്റ്റ് ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് കൊടുക്കുക. ഇതിലൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ബൈൻഡിങ് ആഡ് ആക്കുക ആ ഒരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം കറൻ്റ്ലി നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതിലൊക്കെ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ആ ഒരു ഇതാണ്. പിന്നെ ഇൻ്റർസെപ്റ്റ് ക്ലയൻറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതും നിങ്ങൾ വലുതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഡിഫോൾട്ടായിട്ട് ഇന്ന് വിട്ടേക്കുക. ഇത് പറയാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ലൈക്ക് നിങ്ങളൊരു ബിഗിനറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബർപ്പ് സ്യൂട്ട് ചെറിയൊരു ഐഡിയ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഓരോ ടാബും കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു CA സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക, അതുപോലെ റീജനറേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. സോ മെയിൻലി നമ്മൾ ഈ പ്രോക്സി ലിസണറിൽ മാത്രമേ നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള കേസിൽ ചെയ്യാറുള്ളൂ. ഇതിൻ്റെ താഴോട്ടുള്ള ഓപ്ഷൻസ് ഒന്നും നമ്മൾ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ പ്രോക്സിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി, ഇതിലെ ഓപ്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ആൻഡ് ഇനി നമുക്ക് ഞാൻ ഇൻ്റർസെപ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കിയാൽ മാത്രമേ ഇതിൽ വരുന്ന റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ആവും. ഓക്കെ, ക്യാപ്ചർ ആവും. ഇപ്പം നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് അയക്കണ്ട. സോ ഇപ്പം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാൻ ഇത് ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കിയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി സെർച്ച് ചെയ്ത് SDSA എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്തു, ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കി ആൻഡ് ഗോ ക്ലിക്ക് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്തു. ഇപ്പം നമുക്ക് ഈ റിക്വസ്റ്റ് അയക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡ്രോപ്പ് കൊടുക്കുക. സോ ഇപ്പോൾ ഒരു എറർ മെസ്സേജ് വരും, ജസ്റ്റ് റീസെൻഡ് കൊടുക്കുക. ഓക്കെ, സോ ഫോർവേഡ് കൊടുക്കുന്ന ടൈമിൽ ആ റിക്വസ്റ്റ് പോകും. അപ്പോൾ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കണ്ടല്ലോ ഈ റിക്വസ്റ്റ് നമ്മുടെ സെർവറിലോട്ട് പോയില്ല, അത് നമുക്ക് അവിടെ ഡ്രോപ്പായി. ഓക്കെ, സോ ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഗോ ക്ലിക്ക് ചെയ്തു. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഈ ഒരു സ്പെസിഫിക് റിക്വസ്റ്റ് സ്കാൻ ചെയ്യുക, അതുപോലെ പാസീവ് സ്കാനിങ്, ആക്റ്റീവ് സ്കാനിങ്, അതുപോലെ ഇൻട്രൂഡർ, റിപ്പീറ്റർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ടാബിലോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് പോവില്ല, സ്റ്റോപ്പ് ആവും. ജസ്റ്റ് വീണ്ടും റീസെൻഡ് കൊടുത്താൽ മാത്രമേ ഈ റിക്വസ്റ്റ് പോവൂ. അത് ഇവിടെ ക്യാപ്ചറായി. ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ റിക്വസ്റ്റ് പോയി. സോ ഇങ്ങനെയാണ് നമ്മളെ ആ ഒരു റിക്വസ്റ്റും കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും റാൻഡമായിട്ട് ടൈപ്പ് ചെയ്ത് ഗോ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് റിക്വസ്റ്റൊക്കെ ലൈക്ക് ഫ്രണ്ട് എൻഡ് അവർ ലൈക്ക് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കും, ബാക്ക് എൻഡിൽ വെരിഫിക്കേഷൻ കൊടുക്കില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിൽ എന്തെങ്കിലും പേരോടോ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എറർ മെസ്സേജ് വരും. പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ റിക്വസ്റ്റിൽ വന്ന് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും അവർ കൊടുത്തേക്കില്ല ചില കേസിൽ. സോ അങ്ങനെയുള്ള കേസിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഡേറ്റ എഡിറ്റ് ചെയ്യണം. ഈ സെർച്ച് ഇപ്പോൾ നമ്മൾ കൊടുത്തത് ജസ്റ്റ് റാൻഡം സ്ട്രിങ് ആണ്. ഇവിടെ ഞാൻ വന്നിട്ട് ലൈക്ക് സ്ക്രാച്ച് എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു റിക്വസ്റ്റിൽ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പോയിരിക്കുന്ന നമ്മളിവിടെ ടൈപ്പ് സെർച്ച് ചെയ്തത് റാൻഡം ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ റിക്വസ്റ്റ് ചേഞ്ച് ചെയ്തതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ റിക്വസ്റ്റിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ. സോ നിങ്ങൾക്ക് ഇപ്പോൾ പ്രോക്സി ടാബും അതിൻ്റെ അകത്ത് വരുന്ന ഓപ്ഷൻസൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കിനി അടുത്ത നെക്സ്റ്റ് ടാബിലോട്ട് പോകാം. ഓക്കെ, അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള വേറൊരു കാര്യം കാണിച്ചു തരാനുള്ളത്, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിച്ചത്. സോ അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ്
ഇവിടെ വരിക, നിങ്ങളെ ബ്രൗസറിൽ പോവുക, അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, സോ ഇൻ്റർസെപ്റ്റ് കൊടുക്കുക, ജസ്റ്റ് ഏതെങ്കിലും റാൻഡം റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, സെർച്ചിൻ്റെ തന്നെ നമ്മളിപ്പോൾ ക്യാപ്ചർ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് കാണാം സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഡു പാസീവ് സ്കാൻ, ആക്റ്റീവ് സ്കാൻ എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിന് നമുക്ക് ഈ ബർപ്പ് സ്യൂട്ടിൻ്റെ അകത്ത് വരുന്ന ഒരു സ്കാനറുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ആ ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും വൾണറബിലിറ്റീസോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ഫൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് തരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഉള്ളതാണ് സെൻഡ് ടു ഇൻട്രൂഡർ, സെൻഡ് ടു റിപ്പീറ്റർ, സെൻഡ് ടു സീക്വൻസർ, സെൻഡ് ടു കമ്പയറർ, അതുപോലെ സെൻഡ് ടു ഡീകോഡർ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻട്രൂഡർ, റിപ്പീറ്റർ, സീക്വൻസർ, ഡീകോഡർ ആൻഡ് കമ്പയറർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടാബ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നിന്ന് ഈ ഒരു റിക്വസ്റ്റ് ഈ ഒരു ടാബിലോട്ടൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണിത്. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് സെൻഡ് ടു റിപ്പീറ്റർ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ഓറഞ്ച് കളറൊക്കെ എത്തി ലൈക്ക് ബ്ലിങ്ക് ചെയ്ത്. എന്നിട്ട് ഇവിടെ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ലൈക്ക് ഈ ഒരു റിക്വസ്റ്റ് ഇവിടെ സെൻഡ് ടു റിപ്പീറ്റർ ടാബിലോട്ട് എത്തി. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് റിപ്പീറ്റിലോട്ട് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിക്വസ്റ്റ് ഇൻ ബ്രൗസർ. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ റിക്വസ്റ്റ് ഇൻ ബ്രൗസർ കൊടുത്തിട്ട് ഇൻ ഒറിജിനൽ സെഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഈ ഒരു URL കോപ്പി ആയിട്ട് ഇപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു റിക്വസ്റ്റ് ഇൻ്റർസെപ്റ്റ് ഓഫ് ആക്കുകയാണ്. അതിനുശേഷം നിങ്ങളുടെ ബ്രൗസറിൽ പോവുക, അതിനുശേഷം ഇവിടെ വന്നിട്ട് ജസ്റ്റ് പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു റിക്വസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത ആ ഒരു റിക്വസ്റ്റ് ഇവിടെ നിന്ന് ആ ഒരു URL ത്രൂ നമുക്ക് ബ്രൗസറിൽ കാണാൻ പറ്റും അതിൻ്റെ റെസ്പോൺസ് എന്താണോ വന്നതെന്ന്. സോ ഇതാണ് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പല വൾണറബിലിറ്റീസ് ഫൈൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ലൈക്ക് വിക്ടിമിന് അയച്ചു കൊടുക്കുക, ആ ഒരു തരത്തിലൊക്കെ നമ്മൾ ആ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്റ്റൻഷൻ. ഇവിടെ ഇപ്പോൾ എൻ്റെ കേസിൽ ഇവിടെ ടെർബോ ഇൻട്രൂഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഇത് കാണില്ല, കാര്യം ഞാൻ ടെർബോ ഇൻട്രൂഡർ എന്ന് പറഞ്ഞ് ബർപ്പ് സ്യൂട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എനിക്ക് ഈ എക്സ്റ്റൻഷൻ കാണിക്കുന്നത്. സോ നിങ്ങൾ ഒരു എക്സ്റ്റൻഷൻ ബർപ്പിൻ്റെ ഒരുപാട് എക്സ്റ്റൻഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അതുപോലെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ നിങ്ങൾ യൂസ് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ടാബിൽ ഇങ്ങനെ കാണിക്കൂ. സോ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എക്സ്റ്റൻഷൻ എല്ലാം കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാബാണ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ. നെക്സ്റ്റ് എൻഗേജ്മെൻറ്റ് ടൂൾസ്. ഇതിൻ്റെ അകത്ത് ഫൈൻഡ് റെഫറൻസ്, അതുപോലെ ഡിസ്കവർ കണ്ടൻറ്റ്, ഷെഡ്യൂൾ ടാസ്ക്, അതുപോലെ ജനറേറ്റ് CSRF POC എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കാണാം. സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ലൈക്ക് ഓക്കെ, സോ ഇപ്പോൾ മെയിൻലി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറേറ്റ് CSRF POC എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷനാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു റിക്വസ്റ്റിൽ നിന്ന് CSRF വൾണറബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് ഫൈൻഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് POC എക്സ്റ്റേണൽ ആയിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ജനറേറ്റ് CSRF POC കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ഈ CSRF ലൈക്ക് വൾണറബിലിറ്റി ഫൈൻഡ് ചെയ്യുന്ന ഒരു POC ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തു. സോ ജസ്റ്റ് ടെസ്റ്റ് ഇൻ ബ്രൗസർ കൊടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി HTML എന്ന് പറഞ്ഞിട്ട് ഇത് കോപ്പി ചെയ്തിട്ട് ഒരു ഫയലിൽ സേവ് ചെയ്യുക. ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പോവുകയാണ് ഞാൻ. നെക്സ്റ്റ് ഓപ്ഷനാണ് ഇവിടെ കോപ്പി റിക്വസ്റ്റ് മെത്തേഡ്, ചേഞ്ച് റിക്വസ്റ്റ് മെത്തേഡ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വെബ്സൈറ്റിൽ റിക്വസ്റ്റ് പോകുന്ന ഒരുപാട് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഗെറ്റ്, പോസ്റ്റ്, അതുപോലെ ഡിലീറ്റ്, ഓപ്ഷൻസ്, അങ്ങനെ കുറേ മെത്തേഡ്സ് നമ്മൾ ഒരു വെബ്സൈറ്റിൽ റിക്വസ്റ്റ് പാസ് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് അത് ഡിപ്പെൻസ് ആണ്, നമ്മുടെ യൂസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് റിക്വസ്റ്റ് മെത്തേഡ് ചേഞ്ച് ആവും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യം google.com എന്ന് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് google.com എടുത്തുകൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം ചേഞ്ച് ചെയ്യണം, നമ്മുടെ എഡിറ്റ് ചെയ്യാണ്, ആ ഒരു ടൈമിൽ നമ്മുടെ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആ ഒരു റിക്വസ്റ്റ് സെർവറിലോട്ട് സെൻഡ് ചെയ്യുന്നത്. സോ ഈ ഒരു റിക്വസ്റ്റ് മെത്തേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ പോസ്റ്റ് മെത്തേഡാണ് കിടക്കുന്നത്. ഓക്കെ, സോ പോസ്റ്റ് മെത്തേഡ് കിടക്കുന്നത് നമുക്ക് ഈ ഒരു മെത്തേഡ് ഗെറ്റ് ആക്കണം. സോ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് റിക്വസ്റ്റ് മെത്തേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ ആ റിക്വസ്റ്റ് മെത്തേഡ് മാറ്റി ഗെറ്റ് റിക്വസ്റ്റ് ആയിട്ടുണ്ട്. സോ വീണ്ടും നമുക്ക് തിരിച്ച് പോസ്റ്റ് റിക്വസ്റ്റ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് റിക്വസ്റ്റ് മെത്തേഡ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം വീണ്ടും അത് ചേഞ്ച് ആയി പോസ്റ്റ് മെത്തേഡ് ആയിട്ടുണ്ട്.
സോ ഈ ഒരു ഓപ്ഷൻ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചേഞ്ച് ബോഡി എൻകോഡ്, ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോഡി തന്നെ പല മെത്തേഡിലായിരിക്കും, പല എൻകോഡിങ് ഇതിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഡാറ്റ പാസ് ചെയ്യുന്നത്. ലൈക്ക് JSON ഫോർമാറ്റിൽ പോകുന്നുണ്ട്, XML ഫോർമാറ്റിൽ പോകുന്നുണ്ട്, സ്ട്രിങ്ങിൽ പോകുന്നുണ്ട്. സോ ആ ഒരു ബോഡിയുടെ ആ ഒരു എക്സ്റ്റൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്, ലൈക്ക് ബോഡി എൻകോഡിങ് ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഒരു സ്ട്രിങ് ഫോർമാറ്റിലാണ് ഇത് പോകുന്നത്. ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് ബോഡി എന്ന് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ എൻ്റയർ ഫോർമാറ്റ് മാറിയിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത്. സോ വീണ്ടും ചേഞ്ച് ബോഡി എൻകോഡിങ് കൊടുക്കുന്ന ടൈമിൽ തിരിച്ച് പഴയ രീതിയിലായിട്ടുണ്ട്. സോ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ബഗ് ബൗണ്ടിയോ അല്ലെങ്കിൽ പെൻട്രേഷൻ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും, ചെയ്ത് പഠിക്കൂ. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞ് പോവുകയാണ്. പിന്നെ നിങ്ങൾക്ക് കോപ്പി URL, ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു URL, സ്പെസിഫിക് URL നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ കോപ്പി ആസ് എ കേൾ കമാൻഡ്, ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കേൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. ടെർമിനൽ ത്രൂ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് കേൾ. സോ നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് നമുക്ക് കേൾ വഴി നമുക്ക് റിക്വസ്റ്റ്, ലൈക്ക് ടെർമിനൽ ത്രൂ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോപ്പി കേൾ റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങളുടെ ബ്രൗസറിൽ പോവുക, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വന്ന് പേസ്റ്റ് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു കംപ്ലീറ്റ് റിക്വസ്റ്റ് കേൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമാൻഡിൽ നമുക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്ന രീതിയിൽ കാണാൻ പറ്റും. സോ ഇതാണ് മെയിൻലി നമ്മൾ ആ ഒരു കമാൻഡ്, ആ ഒരു ഓപ്ഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ലൈക്ക് കോപ്പി ടു ഫയൽ, നമുക്ക് ഈ ഒരു എൻ്റെ റിക്വസ്റ്റ് ഫയലായിട്ട് കോപ്പി ചെയ്യുക. അതുപോലെ പേസ്റ്റ് ഫ്രം ഫയൽ, വേറെ ഏതെങ്കിലും ഫയൽ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം ഓപ്ഷൻ. പിന്നെ സേവ് ഐറ്റം, അതുപോലെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല മെയിൻലി. പിന്നെ ഉള്ളത് ഡു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 3 ഓപ്ഷൻ ഉണ്ട്. ഇൻ്റർസെപ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് ഡു ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പല കേസിലും റെസ്പോൺസ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, സം കേസ് ലൈക്ക് OTP ബൈപ്പാസ് വൾണറബിലിറ്റി, അങ്ങനത്തെ കുറേ വൾണറബിലിറ്റീസും ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെസ്പോൺസിൽ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ലൈക്ക് ആവശ്യങ്ങൾ വരും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിക്വസ്റ്റ് പോയി ഫോർവേഡ്. ഓക്കെ, സോ ജസ്റ്റ് ഫോർവേഡ് കൊടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ആ ഒരു സൈറ്റ് ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക, റീസെൻ്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയണം, ഇതെൻ്റെ റെസ്പോൺസ് എന്താ പറഞ്ഞതെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ റെസ്പോൺസ് മാനിപ്പുലേറ്റ് ചെയ്യണം, എന്തെങ്കിലും ചേഞ്ച് വരുത്തണം. സോ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡു ഇൻ്റർസെപ്റ്റ് റെസ്പോൺസ് ടു ദിസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഫോർവേഡ് കൊടുക്കുക. ഫോർവേഡ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം നേരത്തെ ജസ്റ്റ് ഫോർവേഡായി പോയി, ഇപ്പം നിങ്ങൾക്ക് കാണാം 200 ഓക്കെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ റെസ്പോൺസ് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് മാറ്റിയിട്ട് 400 എന്ന് ചേഞ്ച് ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് റെസ്പോൺസിൽ ചേഞ്ച് ചെയ്തിട്ട് ഫോർവേഡ് കൊടുക്കുക. സോ ആ ഒരു റെസ്പോൺസ് ഇവിടെ നമുക്ക് റിഫ്ലക്റ്റ് ആവുന്ന കാണാം. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഓപ്ഷൻ, സോ ഇത്രേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിൻലി ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. സോ മെയിൻലി നമ്മൾ ഈ ഒരു ടാബിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കാനിങ് ഓപ്ഷൻസ് 3 നമുക്ക് യൂസ് ചെയ്യും കോമൺലി. പിന്നെ സെൻഡ് ടു ഇൻട്രൂഡർ, സെൻഡ് ടു റിപ്പീറ്റർ, ഈ ഒരു ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്യും. പിന്നെ റിക്വസ്റ്റ് ഇൻ ബ്രൗസർ, അതും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ എക്സ്റ്റൻഷൻസ്, ലൈക്ക് നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനും യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ എൻഗേജ്മെൻറ്റ് ടൂളിൽ ജനറേറ്റ് CSRF വൾണറബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ. പിന്നെ ചേഞ്ച് റിക്വസ്റ്റ് മെത്തേഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാറുണ്ട്. സം കേസസ് ബോഡി എൻകോഡിങ് മെത്തേഡ് ചേഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ SQL അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൾണറബിലിറ്റി അല്ലെങ്കിൽ കമാൻഡ് ത്രൂ ലൈക്ക് LFI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു കേൾ കമാൻഡ്, കോപ്പി ആസ് കേൾ കമാൻഡ്, ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മെയിൻലി നമ്മൾ പല വൾണറബിലിറ്റീസ് ലൈക്ക് റെസ്പോൺസ് മാനിപ്പുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന വൾണറബിലിറ്റീസ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ റെസ്പോൺസ് ടു ഡു ഇൻ്ററപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. സോ ഇത് ഇത്രയാണ് നമ്മൾ മെയിൻലി ഈ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു
ഓപ്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാ ടാബിലും അവൈലബിൾ ആണ്. ലൈക്ക് റിപ്പീറ്റർ, ഇൻട്രൂഡർ, ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻസിലൊക്കെ നമുക്ക് ഈ ഒരു ആക്ഷൻ ഓപ്ഷൻ ലൈക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നൊരു ടാബാണ് ടാർഗറ്റ്. ഈ ടാർഗറ്റ് ടാബിൽ നിങ്ങൾക്ക് കാണാം സൈഡ് മാപ്പിൻ്റെ താഴെ നിങ്ങൾക്ക് ഒരുപാട് URL ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ URL എവിടെ നിന്ന് വന്നതായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. നമ്മളാകെ ഈ ടെസ്റ്റ് php.oneweb.com അതുപോലെ google.com മാത്രമേ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. സോ ഇതൊക്കെ ബാക്കി ഇതിൻ്റെ APIs കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് URL വൈസ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഏതൊക്കെ URL ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതെന്ന് വെച്ചാൽ ഈ ഒരു ടെസ്റ്റ് php.onewebൻ്റെ അകത്തുള്ള എല്ലാ കംപ്ലീറ്റ് URLസും കാര്യങ്ങളുമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു search.php എന്ന് പറഞ്ഞ ആ ഒരു URL മാത്രം മതി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ജസ്റ്റ് ഈ ഒരു ഇവിടെ സൈഡിൽ നിങ്ങൾക്കൊരു ആരോ ബട്ടൺ കാണാം, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ അകത്തുള്ള ഓരോ ഫോൾഡറും ഫയൽസ് സെപ്പറേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് താഴോട്ട് വന്നിട്ട് ഈ സെർച്ച് എന്ന് പറഞ്ഞൊരു ഈ ഒരു search.php ആണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു search.php റിലേറ്റ് ചെയ്തിട്ടുള്ള URL മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതുകൊണ്ടുള്ളൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് കാര്യം ഇല്ലെങ്കിൽ ഈ ഒരു ഫയലിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് റിക്വസ്റ്റ് ഇല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒരു ഫയലിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും റിക്വസ്റ്റ് പോകുന്നുണ്ടോ എന്നൊക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഫയലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ട്രൈ സ്ട്രക്ചറിൽ നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂസർ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് .php എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ കാണാം. സോ മേ ബി സം കേസസ് ഇതിൻ്റെ അകത്തൊക്കെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് ഒക്കെ ചില വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യാറുണ്ട്. സോ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ നിങ്ങൾക്ക് എല്ലാ സൈഡിലും ഈ ഒരു രീതിയിൽ കാണാൻ പറ്റും. ലൈക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ലൈക്ക് അതിൻ്റെ JS ഫയൽ അതുപോലെ ലോഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ പിന്നെ നിങ്ങൾ കാണാൻ പറ്റുന്നത് കണ്ടൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ഹോസ്റ്റ്, മെത്തേഡ്, URL, പാരാമീറ്റർ, സ്റ്റാറ്റസ്, ലെങ്ത്, MIME ടൈപ്പ്, അതുപോലെ ടൈറ്റിൽ, കമൻറ്റ്, ടൈം റിക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണാൻ പറ്റും. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഹോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ടെസ്റ്റ് php.oneweb.com. മെത്തേഡ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെബ്സൈറ്റിൽ പല മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് പോസ്റ്റ് മെത്തേഡ്, ഗെറ്റ് മെത്തേഡ്, ഡിലീറ്റ്, ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. സോ ആ ഒരു മെത്തേഡൊക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റാണ് ഫസ്റ്റ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഗെറ്റ് മെത്തേഡ് റിക്വസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈമിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഗെറ്റ് റിക്വസ്റ്റ് മാത്രമായിട്ട് ഇവിടെ ടോപ്പിൽ വന്നിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ ഗെറ്റും പോസ്റ്റും നിങ്ങൾക്ക് വേർതിരിച്ച് എടുക്കാൻ പറ്റും. പിന്നെ URL ഏത് URL ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു URL എന്ന് പറഞ്ഞ ആ ഒരു ടാബ് യൂസ് ചെയ്യാം. പിന്നെ പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടെസ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഈക്വൽ ടു വരുന്ന ടൈമിൽ അതിനെ പാരാമീറ്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ പാരാമീറ്റർ ഉള്ളത് മാത്രം നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ടിക്ക് കിടക്കുന്നതെല്ലാം പാരാമീറ്റർ ഉള്ളതാണ്. സോ ജസ്റ്റ് ഒന്നും കൂടെ അതിൻ്റെ പാരാംസ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം പാരാമീറ്റർ ഉള്ളതെല്ലാം ഏറ്റവും താഴെ പോയി, അല്ലാത്തതെല്ലാം ടോപ്പിൽ വന്നു. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് ഫിൽട്ടർ ഔട്ട് ചെയ്യാം. അതുപോലെ സ്റ്റാറ്റസ് കോഡ് നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ 200 മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങൾക്ക് വേറെ സ്റ്റാറ്റസ് കോഡ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കോഡ് വേറെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ലെങ്ത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് റെസ്പോൺസിൽ കാണാം ഒരു കുറേ ഡേറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ അത് എത്ര ലെങ്ത് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് MIME ടൈപ്പ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം റെസ്പോൺസ് വന്നിരിക്കുന്നത് HTML എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ് ഇവിടെ റെസ്പോൺസ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ MIME ടൈപ്പ് HTML എന്ന് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ വേറെ ടൈപ്പൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ജി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം MIME ടൈപ്പ് സ്ക്രിപ്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് റെസ്പോൺസ് നോക്കുമ്പോൾ കാണാം ഇവിടെ വന്നിരിക്കുന്നത് ഫുള്ള് JSON ടൈപ്പിലാണ് ഇതിൻ്റെ ആ ഒരു റെസ്പോൺസ് വന്നിരിക്കുന്നത്. സോ JSON അല്ല ജാവ സ്ക്രിപ്റ്റ് ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് MIME ടൈപ്പ് കിടക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ വ്യത്യാസം വരും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ റെസ്പോൺസ് വന്നിരിക്കുന്നത് JSON ഫോർമാറ്റിലാണ്. സോ MIME ടൈപ്പ് JSON എന്ന് പറഞ്ഞ് കാണാം. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് ടൈപ്പിലാണ് ഡേറ്റ വന്നിരിക്കുന്നതെന്ന് നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ
ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ആണ് ഇതിൻ്റെ ടൈറ്റിൽ വരുന്നത്. സെർച്ചിൻ്റെ അകത്ത് വരുന്ന URLs ആണ് അവിടെ വന്നത്. പിന്നെ ടൈം റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമും കാര്യങ്ങളും കാണാം. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു 3 ഇഷ്യൂ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ബർപ്സ്യൂണിൻ്റെ അകത്ത് ഇൻറ്റേർണലായിട്ട് ഒരു സ്കാനറുണ്ട്. സോ ഇത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വൾനറബിലിറ്റി അവർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഇഷ്യൂസിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ കൊടുത്തിരിക്കാനുള്ള ലോ സിവിയാരിറ്റി വൾനറബിലിറ്റി ആണ്. ആൻഡ് ഇങ്ങനത്തെ വൾനറബിലിറ്റി ഒന്നും മെയിൻലി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കണതാണ് ബെറ്റർ. കാര്യം ഒരു പ്രോഗ്രാം കറൻ്റ്ലി ഇങ്ങനത്തെ വൾനറബിലിറ്റി ഒന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല. കാര്യം അവർ ക്രിട്ടിക്കലായിട്ടുള്ള ലൈക്ക് മിനിമം XSS SQL അങ്ങനത്തെ വൾനറബിലിറ്റീസാണ് അവർ മെയിൻലി അവർ എടുക്കുന്നത്, ലൈക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അതുപോലെ ഇമെയിൽ അഡ്രസ് ഡിസ്ക്ലോസർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതും കാണാം. ആൻഡ് ഇവിടെ തൊട്ട് താഴെ വരുമ്പോൾ അഡ്വേഴ്സറി റിക്വസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫൈൻഡ് ചെയ്ത ഇഷ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നെയിം, അതുപോലെ ഇഷ്യൂ എന്താണ്, അതിൻ്റെ സിവിയാരിറ്റി, ലൈക്ക് അതുപോലെ ഏത് URL ഇത് ഫൈൻഡ് ചെയ്തത്, അതുപോലെ പാത്ത്, പിന്നെ ഇഷ്യൂ അവർ ഫൈൻഡ് ചെയ്ത ഇഷ്യൂ, ഇമെയിൽ ID അവർ ഫൈൻഡ് ചെയ്ത ഇമെയിൽ ID ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ റെഫറൻസ്, റെമഡിയേഷൻ എന്താണ്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ റിക്വസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഏത് റിക്വസ്റ്റിൽ നിന്നാണ് ഇവർക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടിയത്, അതുപോലെ ഏത് റെസ്പോൺസിൽ നിന്നാണ് അവർക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കിട്ടിയത് എന്നുള്ള രീതിയിൽ ഇവിടെ അവർ തന്നിട്ടുണ്ട്. സോ വലുതായിട്ട് ഡീറ്റെയിൽ ലൈക്ക് ഇവിടെയൊന്നും വലിയ കാര്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ ഇത്രയാണ് ടാർഗറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്, സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് സ്കോപ്പ്. സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വൾനറബിലിറ്റി അല്ലെങ്കിൽ പെൻട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു പെർട്ടിക്കുലർ സ്കോപ്പ് പറഞ്ഞിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസ് നിങ്ങൾക്ക് testphp.oneweb.com ആണ് നമ്മളെ സ്കോപ്പ് എന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലാതെ ഒരുപാട് സൈറ്റിൽ നിന്നുള്ള റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. സോ നിങ്ങളൊരു പെനിട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ ഇതൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും. കംപ്ലീറ്റ് വേറെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫുള്ള് ആകെ കോളായിട്ട് നമുക്കൊന്നും മനസ്സിലാവാത്ത സിറ്റുവേഷൻ വരും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കോപ്പ് മാത്രം ഇവിടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലൈക്ക് ഇൻക്ലൂഡ് സ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ സ്കോപ്പ് ഏതാണ് testphp.oneweb.com ആ ഒരു സൈറ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ആ ഒരു URL മാത്രം ഈ സ്കോപ്പിൽ ഇൻക്ലൂഡ് ആവും. പിന്നെ ബാക്കിയുള്ള ഈ ഒരു google.com gstatic.com ഇതൊക്കെ വന്നിട്ട് ഇവിടെ എക്സ്ക്ലൂഡ് ഫ്രം സ്കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ആഡ് കൊടുത്തിട്ട് ആ ഒരു URL പേസ്റ്റ് ചെയ്യുക. അതിന് ഓക്കെ കൊടുക്കുന്ന ടൈമിൽ അതെല്ലാം എക്സ്ക്ലൂഡ് ആവും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു testphp.oneweb.com എന്നുള്ള റിക്വസ്റ്റും കാര്യങ്ങളും മാത്രമേ നമുക്കിവിടെ ടാർഗറ്റിൽ കാണാൻ പറ്റൂ. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ സ്കോപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഉള്ളത് ഇഷ്യൂ ഡെഫിനിഷൻ. സോ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബർപ്സ്യൂണിൻ്റെ അകത്ത് തന്നെ കുറേ ഈ വൾനറബിലിറ്റീസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, റെമഡിയേഷൻ, റെഫറൻസ്, വൾനറബിലിറ്റി ക്ലാസിഫിക്കേഷൻ, വൾനറബിലിറ്റി സിവിയാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ലൈക്ക് OS കമാൻഡ് ഇഞ്ചക്ഷൻ, SQL ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ വൾനറബിലിറ്റീസിലും ഓൾമോസ്റ്റ് കുറേ വൾനറബിലിറ്റീസിൻ്റെ കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ അവർ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് എന്തിനാണ് ഹെൽപ്ഫുൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിപ്പോർട്ടൊക്കെ ചെയ്യുന്ന ടൈമിൽ, റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ റെമഡിയേഷനൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ റിപ്പോർട്ടിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് ഈ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് വരുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടാബിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടാബാണ് ഡാഷ്ബോർഡ്. സോ ഡാഷ്ബോർഡിൽ വരുമ്പോഴും നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്യൂ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ അകത്ത് ഈ ടാർഗറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എല്ലാ സൈറ്റിൻ്റെയും ലൈക്ക് ഫൈൻഡ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ടാർഗറ്റിൽ കണ്ട പോലെ തന്നെ ആ ഒരു ഓരോ ഇഷ്യൂസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവൻറ്റ് ലോഗ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ലോഗും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലൈക്ക് എന്ത് ലോഗാണ്, ലൈക്ക് ഇററാണോ വന്നത്, നമ്മൾ ഈ ഒരു testphp എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റുമായിട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത ടൈമിൽ ഈ ഒരു ടൈമിൽ ഇറർ വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ലോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത് ഡീറ്റെയിൽ ആയിട്ട് കാണുമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു പോപ്പ് വിൻഡോയിൽ വരും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ടാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഉള്ളത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ന്യൂ സ്കാൻ ഇവിടെ നിങ്ങൾക്ക്
സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്കാൻ ടൈപ്പിൽ നിങ്ങൾക്ക് ക്രോൾ ആൻഡ് ഓഡിറ്റ്, ക്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് ഇതിലേതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു സ്കാൻ റൺ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ടെസ്റ്റ് PHP തന്നെ റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഇവിടെ നിങ്ങൾക്ക് ആക്റ്റീവ് സ്കാൻ, പാസീവ് സ്കാൻ കാണാം. അതുപോലെ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻസ്, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഇത് ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷൻസ്, ഇഷ്യൂസ് ഫൈൻഡ് ചെയ്ത് ഇഷ്യൂ റിപ്പോർട്ട് ആക്കാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഡിലീറ്റ് ഇഷ്യൂസ് ഫ്രം ദീസ് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇഷ്യൂസ് എല്ലാം ഡിലീറ്റ് ആവും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം. ആൻഡ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് സ്കാൻ കൊടുക്കുകയാണ്. സ്കാൻ കൊടുത്തിട്ട് സ്കാൻ ഓൺ ഓഡിറ്റ്, സ്കാൻ ക്രോൾ ആൻഡ് ഓഡിറ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ എടുക്കുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കും എങ്ങനത്തെ സ്കാനാണ് നിങ്ങൾക്ക് വേണ്ടത്, ലൈക്ക് ലൈറ്റ് വെയിറ്റ് ആണോ, ഫാസ്റ്റ് ആണോ, ഡീപ്പാണോ, അതുപോലെ ബാലൻസ്ഡ് ആണോ. ഇവിടെ അത് തമ്മിലുള്ള ഡിഫറൻസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല നിങ്ങൾക്ക് യൂസ് കസ്റ്റം കോൺഫിഗർ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ന്യൂ കൊടുത്തിട്ട് എന്തൊക്കെയാണോ ആ ഒരു ഇത് കസ്റ്റം ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഡിഫാൾട്ടായിട്ട് തന്നെ ഉള്ളത് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ ലൈറ്റ് വെയിറ്റ് സ്കാൻ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. സോ ഓക്കെ കൊടുത്ത് നിങ്ങൾ തിരിച്ച് ഡാഷ്ബോർഡിൽ പോയി നോക്കുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്രോൾ ആൻഡ് ഓഡിറ്റ് ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്കാൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിനെ നിങ്ങൾക്ക് ഇവിടെ പൗസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കൊടുത്ത ആ ഒരു സ്കാൻ പൗസ് ചെയ്യാൻ പറ്റും. അതുപോലെ സെറ്റിങ്സിൽ പോയിട്ട് ഇതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തണോ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ലോഡ് ആവുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ കറൻ്റ്ലി റൺ ചെയ്യുന്നത് മാത്രം നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. പൗസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ കറൻ്റ്ലി ഒന്നുമില്ല, അതുകൊണ്ട് ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് ഫിനിഷ്ഡ് ആണെങ്കിൽ ഈ ഒരു സ്കാനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഫിനിഷ്ഡിൽ വന്നിട്ട് നിങ്ങൾക്ക് നോക്കുന്ന ടൈമിൽ ആ ഒരു കാര്യങ്ങൾ ഇവിടെ കാണാം. പിന്നെ ലൈവ് ടാസ്കിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ലൈവായിട്ട് എന്താണ് ടാസ്കൊക്കെയാണ് നടക്കുന്നത്, അതുപോലെ സ്കാനിങ് ലൈവായിട്ട് സ്കാനിങ് നടക്കുന്ന ആ ഒരു വെബ്സൈറ്റ്, അതിൻ്റെ ആ ഒരു എത്ര റിക്വസ്റ്റ് അയച്ചു, എത്ര എറർ വന്ന ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളത്. പിന്നെ ഇൻട്രൂഡർ അറ്റാക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഇൻട്രൂഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ നിങ്ങൾ ഇൻട്രൂഡർ അറ്റാക്ക് ചെയ്ത ആ ഒരു ലോഗും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡാഷ്ബോർഡിൽ വലുതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി മാത്രമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ കറൻ്റ്ലി റൺ ചെയ്യുന്ന ആക്ടിവിറ്റീസും അതുപോലെ ടാസ്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് ഇവിടെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ അകത്ത് വരുന്നത്. സോ ജസ്റ്റ് ഞാൻ ഇതൊന്ന് പൗസ് ചെയ്യണം. സോ നമുക്ക് കറൻ്റ്ലി അത് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ജസ്റ്റ് പൗസിൽ പോയി നോക്കുന്ന ടൈമിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം പൗസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് റെസ്യൂം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇത്രയും തന്നെയാണ് നമ്മളെ ഡാഷ്ബോർഡിൽ പറയാനായിട്ടുള്ളത്. സോ നമ്മുടെ പ്രോക്സി കംപ്ലീറ്റ് ആയി, ടാർഗറ്റ് കംപ്ലീറ്റ് ആയി, ഡാഷ്ബോർഡ് കംപ്ലീറ്റ് ആയി. സോ നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടാബാണ് റിപ്പീറ്റർ. സോ ഈ റിപ്പീറ്റർ ടാബ് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ പോയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇൻ്റർസെപ്റ്റിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റാണ് ഇതിൻ്റെ ഡിഫാൾട്ട് പാസ്വേഡും യൂസർ നെയിമും. ജസ്റ്റ് ഞാൻ അഡ്മിൻ ടാബാണെന്ന് വെച്ചോ, ADMI, ഓക്കെ, അഡ്മിൻ ആൻഡ് പാസ്വേഡ് ടെസ്റ്റ് എന്ന് കൊടുത്തു. സോ എന്നിട്ട് ഞാൻ ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യാണ്. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ടാബിൽ നിങ്ങൾക്ക് ആ ഒരു യൂസർ നെയിം പാസ്വേഡും ക്യാപ്ചറായി ഈ ഒരു റിക്വസ്റ്റ് കാണാം. സോ നിങ്ങൾ ജസ്റ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ഡു ഇൻ്ററപ്റ്റ് റെസ്പോൺസ് കൊടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് കാണാൻ പറ്റും. സോ 302 യു മസ്റ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു എറർ മെസ്സേജാണ് വന്നത്. സോ ജസ്റ്റ് ഫോർവേഡ് കൊടുത്തു പോയി. സോ ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു റിക്വസ്റ്റ് കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഈ സെയിം റിക്വസ്റ്റ് എടുക്കാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നിട്ട് ഇതിൽ വേണം വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ലൈക്ക് ചേഞ്ചസ് വരുത്തിയിട്ട് വീണ്ടും അയക്കുക, വീണ്ടും ഫോർവേഡ് കൊടുക്കുക, വീണ്ടും പോയി വീണ്ടും നമ്മൾ ഒന്നേ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ ടാർഗറ്റിൽ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടാർഗറ്റിൽ വന്നിട്ട് ഓക്കെ, സോ ടാർഗറ്റിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം യൂസർ ലോഗിൻ. ഓക്കെ, നമ്മൾ ആ ഒരു റിക്വസ്റ്റ് ഇവിടെ കാണാം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു റിക്വസ്റ്റും റെസ്പോൺസും കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് സെയിം റിക്വസ്റ്റ് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് വീണ്ടും അയച്ചു നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാബാണ് ഈ റിപ്പീറ്റർ എന്ന് പറഞ്ഞൊരു ടാബ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കുക, ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് അടിക്കുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഒരു റിക്വസ്റ്റ് ഇവിടെ നിന്ന് സെൻഡ് ടു റിപ്പീറ്റർ കൊടുത്തിട്ട് നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഇവിടെ റിപ്പീറ്ററിലോട്ട് സെൻഡ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് റിപ്പീറ്ററിൽ നിന്ന് സെൻഡ് ചെയ്യാൻ വിട്ടുപോയി,
ലൈക്ക് ഇവിടെ നിന്ന് നമുക്ക് സെൻഡ് ചെയ്യാൻ വിട്ടുപോയി. പിന്നീട് നമ്മൾ ഈ ഒരു ടാർഗറ്റിൽ പോയി റെസ്പോൺസ് നോക്കിയപ്പോഴാണ് ഈ ഒരു റിക്വസ്റ്റ് ഉണ്ട്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റിപ്പീറ്റിലോട്ട് സെൻഡ് ചെയ്യാം. സോ റിപ്പീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സെയിം റിക്വസ്റ്റ്, നമ്മൾ ആ ഒരു പേര് പോലെ തന്നെ സെയിം റിക്വസ്റ്റ് റിപ്പീറ്റായിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വെച്ച് സെൻഡ് ചെയ്തു. സോ ഇപ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസ് 302 ഫൗണ്ട് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് വേറെ ടെസ്റ്റ് അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു റിക്വസ്റ്റ് അയച്ചു നോക്കണം. സോ എന്നിട്ട് നമുക്ക് വീണ്ടും സെൻഡ് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ റെസ്പോൺസ് കിട്ടി. സോ ഇതുപോലെ നമുക്ക് റിപ്പീറ്റായിട്ട് സെയിം കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ അയച്ച് നോക്കിയിട്ട് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാബാണ്. ലൈക്ക് നമ്മൾ പല വൾണറബിലിറ്റീസും ഫൈൻഡ് ചെയ്യാനും ഇപ്പോൾ ലൈക്ക് ഐഡോർ അതുപോലത്തെ വൾണറബിലിറ്റീസൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി റിപ്പീറ്റർ എന്ന് പറഞ്ഞ ആ ടാബിലാണ് വന്നിട്ട് നമ്മളിങ്ങനെ ഓരോ നമ്പറായിട്ട് ചേഞ്ച് ചെയ്യില്ലെങ്കിൽ ഈ ഒരു റിക്വസ്റ്റിൽ ഓരോ ചേഞ്ചസ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റെസ്പോൺസൊക്കെ നോക്കിയിട്ടാണ് വൾണറബിലിറ്റിയൊക്കെ ഫൈൻഡ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാബാണ് റിപ്പീറ്റർ. ഒന്നുമില്ല, നമുക്ക് സെയിം റിക്വസ്റ്റ് മൾട്ടിപ്പിൾ ടൈം നമുക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. സോ റിപ്പീറ്റർ ടാബിൽ ഇത്ര പറയാനുള്ളൂ. ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒന്നുമില്ല. ലൈക്ക് പിന്നെ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ആട്രിബ്യൂട്ട് മെത്തേഡ് ഏതാണ്, അതുപോലെ പാത്ത്, അതുപോലെ നമുക്ക് പാരാമീറ്റർ ഉണ്ടെങ്കിൽ അത്, ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. സോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി റിപ്പീറ്ററിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ഷൻസിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും റീഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഫോളോ റീഡയറക്ഷൻ എന്ന് പറഞ്ഞു വരും. ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുമ്പോൾ ആ ഒരു URL-ലോട്ട് പോകും. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്കിവിടുത്തെ റെസ്പോൺസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് റിക്വസ്റ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് സെയിം റിക്വസ്റ്റ് നമുക്ക് വീണ്ടും അയക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളെ റിപ്പീറ്റർ ടാബും നമ്മൾ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ഉള്ള ടാബാണ് ഇൻട്രൂഡർ. സോ ഇൻട്രൂഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെയിം കാര്യം നമുക്ക് കുറേ റിക്വസ്റ്റ് ഇങ്ങനെ അയക്കണം. അപ്പോൾ ഒറ്റ ടൈമിൽ പെട്ടെന്ന് നമുക്ക് കുറേ റിക്വസ്റ്റ് അയച്ച് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനത്തെ അല്ലെങ്കിൽ ഡയറക്ടറി ബ്രൂട്ട് ഫോഴ്സിങ്, മെയിൻലി നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻട്രൂഡർ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ റൈറ്റ് ലിമിറ്റ് ഇഷ്യൂസൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് യൂസർ നെയിം അറിയാം, ടെസ്റ്റാണ് യൂസർ നെയിം, പക്ഷേ നമുക്ക് പാസ്വേഡ് അറിഞ്ഞുകൂടാ. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും 1 2 3 എന്നടിച്ച് വീണ്ടും സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അയച്ചിട്ട് ഇങ്ങനെ പലതവണ ഇങ്ങനെ നമ്മൾ സെൻഡ് ചെയ്ത് നോക്കുന്നത് പറയുന്ന പാടാണ്. ലൈക്ക് ഇല്ലെങ്കിൽ കുറേ റിക്വസ്റ്റ് ഇങ്ങനെ അയച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ പാടാണ്. നമ്മളെ കൊണ്ട് അത് പറ്റുന്ന കാര്യമല്ല, മാനുവലി ചെയ്യുന്നത്. സോ കുറേ ടൈം കൺസ്യൂമാണ്. സോ ആ ഒരു ടൈമിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈ റിക്വസ്റ്റ് ജസ്റ്റ് സെൻഡ് ടു ഇൻട്രൂഡർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലോട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻട്രൂഡറിൽ ഒരു ഓറഞ്ച് കളറ് ലൈറ്റ് വന്നത്. സോ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഇൻട്രൂഡറിൽ പോവാം. ഇൻട്രൂഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്: പൊസിഷൻ, പേലോഡ്, റിസോഴ്സ് പോൾ, ഓപ്ഷൻസ്, ആൻഡ് ഇവിടെ അറ്റാക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പേലോഡ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാർഗറ്റ്, പിന്നെ നമ്മൾ അയച്ച റിക്വസ്റ്റും ഇവിടെ കാണാം. ആൻഡ് ഇവിടെ ആഡ്, ക്ലിയർ, ഓട്ടോ, റിഫ്രഷ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസും കാണാം. ഇതിൽ ഈ അറ്റാക്ക് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അറ്റാക്ക് ടൈപ്പ് കാണാൻ പറ്റും. സ്നൈപ്പർ, അതുപോലെ ലൈക്ക് പിച്ച് ഫോർക്ക് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ക്ലസ്റ്റർ ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ, ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഞാൻ കറൻ്റ്ലി സ്നൈപ്പർ തന്നെ ഡിഫോൾട്ടായിട്ട് കൊടുക്കുകയാണ്. ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെബ്സൈറ്റ്, നമ്മൾ കൊടുത്ത ആ ഒരു URL ആണ് ഇവിടെ ടാർഗറ്റിൽ. പിന്നെ നമ്മളെ റെസ്പോൺസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ കളറിൽ 2 ഇത് കിടക്കുന്നത് കാണാം. ഇവിടെ ഞാൻ വന്നിട്ട് ഈ ക്ലിയർ കൊടുക്കുന്ന ടൈമിൽ ക്ലിയർ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഗ്രീൻ കളറ് നമുക്ക് പോയി. ഇതെന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യേണ്ട പാസ്വേഡാണ്. കാര്യം നമുക്ക് യൂസർ നെയിം അറിയാം, ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യേണ്ട ഓപ്ഷൻ ഏതാണ്? പാസ്വേഡാണ്. സോ നമുക്ക് ഏത് പാർട്ടാണോ, ഏത് പാരാമീറ്ററാണോ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ആഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഈ പാസ്വേഡ് ജസ്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ ആഡ് കൊടുക്കുന്ന ടൈം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം പാസ്വേഡ് മാത്രം, അതിൻ്റെ ആ ഒരു വാല്യൂ മാത്രം സെലക്ട് ആയി. ജസ്റ്റ് ഇവിടെ നമുക്കത് വേണ്ട, ക്ലിയർ കൊടുക്കുമ്പോഴത്തേക്കും അത് പോയി. നെക്സ്റ്റ് നമുക്ക് യൂസർ നെയിമാണ് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. സോ അത് സെലക്ട് ആയി. സോ ഇതുപോലെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പാരാമീറ്റർ ഏത് വാല്യൂ ആണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യുന്നത് ആ ഒരു വാല്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. സോ ജസ്റ്റ് ക്ലിയർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ആട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സ് എല്ലാം തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവും. അതാണ് ഈ ഒരു ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ. സോ നമ്മൾക്കിപ്പോൾ കറൻ്റ്ലി പാസ്വേഡ് ആണ്. സോ ജസ്റ്റ് ക്ലിയർ കൊടുക്കുക. റിഫ്രഷ് കൊടുക്കുന്ന ടൈമിൽ സോ ജസ്റ്റ് ലൈക്ക് ഈ ഒരു കംപ്ലീറ്റ് ഇത് കാര്യങ്ങൾ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജസ്റ്റ് ക്ലിയർ കൊടുക്കുക. എന്നിട്ട് നമുക്ക് പാസ്വേഡാണ്. ജസ്റ്റ് പാസ്വേഡ് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു അറ്റാക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ വരിക, പൊസിഷനിൽ വരിക, അറ്റാക്ക് ടൈപ്പ് സെലക്ട് ചെയ്യുക, അതുപോലെ നമുക്ക് ഏത് വാല്യൂ ആണോ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ. നെക്സ്റ്റ് നമ്മൾ പോകേണ്ടതാണ് പേലോഡ്സ്. പേലോഡ്സിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പേലോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കൊടുക്കുന്ന പേലോഡ് ഇവിടെ നിങ്ങൾക്ക് പേലോഡ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര സെറ്റാണ് എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി 1 ആണുള്ളത്. ജസ്റ്റ് ഡിഫാൾട്ടായിട്ട് വിടുക. പിന്നെ പേലോഡ് ടൈപ്പ് നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ഡിഫറൻസ് വരും. ലൈക്ക് ഇപ്പോഴത്തെ കേസിൽ നമ്മൾ പാസ്വേഡാണ്. അപ്പോൾ മെയിൻലി നമ്മൾ സിമ്പിൾ ടെക്സ്റ്റ് തന്നെയാണ് കൊടുക്കുന്ന ഫോർമാറ്റ്. പിന്നെ നമുക്കുള്ളത് റൺ ടൈം ഫയൽസ്, അതുപോലെ കസ്റ്റം ലൈക്ക് ഇറ്ററേറ്റർ, അതുപോലെ ക്യാരക്ടേഴ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഡേറ്റ്സ് ആണ് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യേണ്ടത്. സോ ആ ഒരു ഡേറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഐഡോർ ഫൈൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ഒരു 1000 യൂസർ ഉണ്ടെന്ന് വെച്ചില്ല. അപ്പം 1 മുതൽ 1000 വരെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്ക് ഇവിടെ നമ്പറാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പേലോഡ് ഓപ്ഷൻസ് ചേഞ്ച് ആയത് കാണാം. സോ നമുക്കിപ്പോൾ ഒരു 1000 യൂസേഴ്സ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് 1 to ഫ്രം എത്ര 1 നമ്പർ 1 to 1000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ട് ഓരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇതുപോലെ സെലക്ട് ചെയ്യുക. അപ്പം നമ്മളെ കേസിൽ സിമ്പിൾ ടെക്സ്റ്റ് ആണ്. സോ നിങ്ങളുടെ കേസ് വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് ഈ ഒരു പേലോഡ് ടൈപ്പ് ഡിഫറൻസ് വരും. സോ അത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ചൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടുത്തെ കേസ് സിമ്പിൾ ടെക്സ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ട. ഇവിടെ സിമ്പിൾ ടെക്സ്റ്റ് കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് പേലോഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ പേലോഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ നോട്ട് പാഡ് ആഡ് ആക്കി ലൈക്ക് ഓപ്പൺ ചെയ്തു. ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3, ടെസ്റ്റ് 4, ടെസ്റ്റ് 5, ടെസ്റ്റ് 6, ടെസ്റ്റ് 7, ടെസ്റ്റ് 8, ടെസ്റ്റ് 9 ആൻഡ് ലാസ്റ്റ് ടെസ്റ്റ്. സോ ടെസ്റ്റാണ് നമ്മളെ ഒറിജിനൽ പാസ്വേഡ്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഒരു 10 പാസ്വേഡ് സെലക്ട് ചെയ്തു, ലൈക്ക് ടൈപ്പ് ചെയ്തു, ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ ലോഡായി. സോ ജസ്റ്റ് ക്ലിയർ കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്തിട്ട് റിമൂവ് ലൈക്ക് ക്ലിയർ കൊടുക്കുക. ഓക്കെ, സോ ഇല്ലാതെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ലൈക്ക് ഇവിടെ റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. സോ നമുക്ക് ഒരു കാര്യം ആഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്ത് റിമൂവ് കൊടുക്കുക, ലൈക്ക് സെലക്ട് ചെയ്തിട്ട് റിമൂവ് കൊടുക്കുമ്പോൾ അത് റിമൂവ് ആയിപ്പോകും. സോ അത്രേ ഉള്ളൂ. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ മാറ്റാൻ വേണ്ടി ക്ലിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി പോകും. പിന്നെ ഡൂപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ സെയിം വാല്യൂ തന്നെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒറ്റ ഇത് മാത്രമേ കാണൂ, വേർഡ് മാത്രമേ കാണൂ. പിന്നെ ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ടെസ്റ്റ് 1 ആഡ്, ടെസ്റ്റ് 2 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആലോചിക്കുന്ന അയ്യോ ഇതിൽ വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്യണം, അപ്പോൾ നമുക്ക് അഡ്മിനും കൂടെ ആഡ് ചെയ്യണം. സോ ഇവിടെ വന്നിട്ട് ജസ്റ്റ് അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സെറ്റ് ഓഫ് URL ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇത് സേവ് ചെയ്യാണ്. സേവ് നമ്മളെ ഡെസ്ക്ടോപ്പിൽ തന്നെ വന്നിട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് .txt എന്ന് പറഞ്ഞൊരു ഫയൽ ഞാൻ സേവ് ചെയ്തു. സോ ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഇത് നമുക്ക് ആ ഒരു ഫയൽ വേണമെങ്കിൽ ഇവിടെ ലോഡ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് ലോഡ് ക്ലിക്ക് ചെയ്യുക. ലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെ നിന്നാണോ ഫയൽ ചൂസ് ചെയ്യേണ്ടത്, സോ ഹരി ആ ഒരു ഫോൾഡറിൽ പോവുക.
അതിനുശേഷം ഡെസ്ക്ടോപ്പിൽ പോവാം. ഇവിടെ നിങ്ങൾക്ക് കാണാം test.txt, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫയലെല്ലാം ഓപ്പൺ ആയി. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് പേലോഡ് പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ലൈക്ക് ഡിഫാൾട്ടായിട്ട് തന്നെ വിടുക. ഞാൻ ഇതിലൊന്നും ഒന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളെ യൂസ് അനുസരിച്ചാണ്. നിങ്ങൾ ഡീപ്പായിട്ട് അല്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഡീപ്പായിട്ടുള്ള ബ്രൂട്ട് ഫോഴ്സിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്താൽ മതി. കറൻ്റ്ലി ഞാനിപ്പോൾ ഡിഫാൾട്ടായിട്ട് തന്നെ എല്ലാം വിടുകയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത്. നെക്സ്റ്റ് റിസോഴ്സ് പൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതും ഡിഫാൾട്ടായിട്ട് തന്നെ വിടുക. പിന്നെ ഓപ്ഷൻസിൻ്റെ അകത്തും കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈക്ക് ഇറർ ഹാൻഡ്ലിങ്, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതെല്ലാം ഡിഫാൾട്ടായിട്ട് വിടുക. കാര്യം നമ്മൾ ലൈക്ക് ഇതിൽ നമുക്ക് എന്തെങ്കിലും റീഡയറക്റ്റ് പോകണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നെവർ തന്നെ കൊടുത്തിടുക. ഇതിലൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ കേസിൽ നമ്മൾ ആവശ്യമില്ല. ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മേ ബി ഇതിൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യം വരും. ആസ് എ ബിഗിനർ നിങ്ങൾക്കിപ്പോൾ അതിലൊന്നും ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോ ജസ്റ്റ് ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് അറ്റാക്ക് കൊടുക്കുക. സ്റ്റാർട്ട് അറ്റാക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വേറൊരു ബ്രൗസർ ഇങ്ങനെ പോപ്പപ്പായി വന്നു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ലൈക്ക് പൊസിഷനൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേലോഡ് എന്താണ് ടൈപ്പ് ചെയ്തത്, റിസോഴ്സ് പൂൾ, ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ കൂടെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ്, പേലോഡ്, സ്റ്റാറ്റസ് കോഡ്, ഇറർ ഉണ്ടോ, ടൈം ഔട്ട് ഉണ്ടോ, ലെങ്ത് എത്ര, ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം എത്ര റിക്വസ്റ്റ് നമ്മൾ 10 പാസ്വേഡ് കൊടുത്തു, 10 റിക്വസ്റ്റാണ് ഇവിടെ അയച്ചത്. അതുപോലെ പേലോഡിൽ നമ്മൾ കൊടുത്ത പേലോഡ് 1 മുതൽ ഇതുവരെ ടെസ്റ്റ് വരെ അവർ റിക്വസ്റ്റ് അയച്ച് നോക്കിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് കാണാം. ഇതുവരെ ലൈക്ക് കറക്റ്റ് പാസ്വേഡ് വരുന്നതുവരെ അതിൻ്റെ സ്റ്റാറ്റസ് 302 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലായി ടെസ്റ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ റിക്വസ്റ്റ്. അതിൽ ഏതെങ്കിലും ഒരു പേലോഡിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ റിക്വസ്റ്റ്, അതിൻ്റെ റെസ്പോൺസ് എന്താണോ വന്നത്. അതിൻ്റെ ഇവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം, ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ടുള്ള പാസ്വേഡ് കൊടുത്ത ടൈമിൽ ഇവിടെ പേലോഡ് ലൈക്ക് ടെസ്റ്റ് കാണാം, സ്റ്റാറ്റസ് കോഡ് കണ്ടോ 200. പിന്നെ ഇതിൻ്റെ ലെങ്തിനും വ്യത്യാസമുണ്ട്. ലൈക്ക് ബാക്കിയെല്ലാം 253 മാത്രമേ ലെങ്ത് ഉള്ളൂ. ഇതിൽ വന്നപ്പോൾ 6211 അടുപ്പിച്ച് ലെങ്തിന് വ്യത്യാസമുണ്ട്. സോ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ പാസ്വേഡും യൂസർ നെയിം പാസ്വേഡും കറക്റ്റാണ്. ആൻഡ് റെസ്പോൺസിൽ നിങ്ങൾക്ക് ലോഗിൻ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. 200 ഓക്കെയാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഇൻട്രൂഡർ യൂസ് ചെയ്തിട്ട് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഡിസ്കാർഡ് കൊടുക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൂഡർ ടാബ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഈ ഇത്രയും 4 ടാബ് കംപ്ലീറ്റ് ആയി. ഇനിയുള്ളൊരു ടാബാണ് സീക്വൻസർ. സോ സീക്വൻസർ ഞാൻ ഇപ്പോൾ കൂടുതൽ ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുക്കീസും കാര്യങ്ങളൊക്കെ ലൈക്ക് സെഷൻ ഐ ഡിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആവും. സോ ആ ഒരു സെഷൻ ഐ ഡിയും കാര്യങ്ങളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാനും ലൈക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള സെഷൻ ഐ ഡിയും കാര്യങ്ങളൊക്കെ കുക്കീസും കാര്യങ്ങളൊക്കെ ടോക്കണും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടാബാണ്. സോ ഇവിടെ ജസ്റ്റ് വന്നിട്ട് നിങ്ങൾ ഇവിടെ ഇതിൽ നമ്മുടെ ഈ ഒരു റിക്വസ്റ്റിലൊന്നും സെഷൻ ഐ ഡിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് കാണിക്കാൻ പറ്റില്ല. ജസ്റ്റ് സെൻഡ് സീക്വൻസർ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ആ ഒരു സീക്വൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ലൈക്ക് സീക്വൻസറിലോട്ട് ആ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സോ ഇവിടെ സ്റ്റാർട്ട് ലൈവ് ക്യാപ്ചർ കൊടുക്കുന്ന ടൈമിൽ ഇൻവാലിഡ് കസ്റ്റം ലൊക്കേഷൻ ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. സോ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. കാര്യം ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആകില്ല. കാര്യം നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉള്ളൊരു ഓപ്ഷനാണ് ഈ സീക്വൻസർ. സോ ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. സോ ജസ്റ്റ് ഈ ഒരു ഇതിൽ സെഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈക്ക് ചേഞ്ച് ചെയ്യാനും അതുപോലെ ലൈക്ക് സിമിലർ ആയിട്ടുള്ള സെഷൻ ഐ ഡിയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നൊരു ടാബാണ്. സോ ഞാൻ അത് ഡീപ്പായിട്ട് പറയുന്നില്ല. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഡീകോഡറാണ്. ഓക്കെ, ഡീകോഡർ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം സം കേസസ് നമ്മളെ ചില റിക്വസ്റ്റൊക്കെ ഡീകോഡായിട്ടായിരിക്കും പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഇൻ്റർസെപ്റ്റ് ഓഫാക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ലൈക്ക് jwt.io എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിൽ പോയി. ഓക്കെ, സോ നമ്മൾ ടോക്കണും കാര്യങ്ങളൊക്കെ ഡീകോഡായിട്ടായിരിക്കും പോകുന്നത്. എൻകോഡായിട്ടായിരിക്കും പോകുന്നത് ചില റിക്വസ്റ്റിലൊക്കെ. ഇവിടുത്തെ കേസിൽ അങ്ങനത്തെ റിക്വസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലൊരു
ഫേക്ക് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കോപ്പി ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ പാസ്വേഡിൻ്റെ സ്ഥാനത്ത് ലൈക്ക് ഇത് മാത്രം മതി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പാസ്വേഡിൻ്റെ സ്ഥാനത്ത് ഞാൻ ഈ ഒരു ടോക്കൺ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് ഇപ്പോൾ ഈ പാസ്വേഡ് നമ്മുടെ ആ ഒരു കോപ്പി ചെയ്ത സാധനം കൊണ്ടിട്ടു. സോ നെക്സ്റ്റ് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പാസ്വേഡ് ഇപ്പോൾ എൻകോഡർ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഡീകോഡ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ മെയിൻലി എക്സ്റ്റേണൽ സൈറ്റിലൊക്കെ പോയിട്ടൊക്കെ ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഈ ബർപ്പ് സ്യൂട്ടിൻ്റെ അകത്ത് തന്നെ ഒരു ഡീകോഡർ ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് സെൻഡ് ടു ഡീകോഡർ കൊടുക്കുക. ഡീകോഡർ കൊടുക്കുന്ന ടൈമിൽ ഇവിടെ കംപ്ലീറ്റ് ഇത് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ഡീകോഡ് ആസ് കൊടുത്തിട്ട് നമുക്ക് ഓരോ രീതിയിൽ ഇവിടെ ചെക്ക് ചെയ്യാനുണ്ട്. സോ പ്ലെയിൻ ടെസ്റ്റായിട്ട് ഡീകോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് URL ഫോർമാറ്റിലായിട്ട് ഡീകോഡ് ചെയ്ത് നോക്കാം. സോ നമ്മൾ പാസ്വേഡ് മാത്രമേ എൻകോഡായിട്ട് കിടപ്പുള്ളൂ. സോ ആ ഒരു രീതിയിൽ നമുക്ക് ഓരോ ഫോർമാറ്റായിട്ട് ലൈക്ക് ഇവിടെ തന്നെ പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, URL ഉണ്ട്, HTML ഡീകോഡ് ഉണ്ട്, അതുപോലെ base64, ASCII, ഹെക്സ്, ഒക്ടൽ, ബൈനറി, അതുപോലെ കുറച്ച് ഫോർമാറ്റ് ഉണ്ട്. സോ ഈ ഒരു രീതിയിലൊക്കെ ഏതാണോ ഡീകോഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് എൻകോഡ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഈ ഒരു ടാബ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ജസ്റ്റ് വീണ്ടും നമുക്ക് ഓരോ ഫോർമാറ്റ്, ഇപ്പോൾ ഇതിൽ base64 ഫോർമാറ്റിലാണ് എൻകോഡ് ചെയ്തത്. സോ ജസ്റ്റ് base64 കൊടുത്തിട്ട് താഴോട്ട് പോകുന്ന ടൈമിൽ കാണാം ഈ ഒരു ടോക്കണിൻ്റെ വാല്യൂ ഇവിടെ ഡീകോഡായിട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതിന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഈ ഒരു ടാബ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എൻകോഡ് ചെയ്യാനോ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ തിരിച്ച് ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ തിരിച്ച് എൻകോഡ് ചെയ്യണം. സോ ജസ്റ്റ് എൻകോഡ് കൊടുക്കുക ആൻഡ് നമുക്ക് base64 കൊടുക്കുക. സോ ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ കംപ്ലീറ്റ് ആയിട്ടാണ് ഡീകോഡ് ആവുന്നത്. സോ ഈ ഒരു റിക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് ഡീകോഡ് ആയത്. ജസ്റ്റ് ഇവിടെ വേണമെങ്കിൽ സ്മാർട്ട് ഡീകോഡ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഓക്കെ, I don't know why അത് ലൈക്ക് എന്താ വർക്കാവത്തെന്ന് അറിയില്ല. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡീകോഡർ ടാബ് വർക്കാവുന്നത്. ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡീകോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ടോക്കൺ എന്ന് വെച്ചാൽ പാസ്വേഡ് എൻകോഡ് ആയിട്ടാണ് പോകുന്നത്. അത് നമുക്ക് ഡീകോഡ് ചെയ്യണം. സോ ജസ്റ്റ് ആ ഒരു പാസ്വേഡിൽ റിപ്പീറ്റഡ് ടാബിൽ വന്നിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡ് ടെസ്റ്റ് ഡീകോഡ് URL എൻകോഡ് ലൈക്ക് ഡീകോഡ് ഫ്രം URL എൻകോഡ് എന്ന് പറഞ്ഞാൽ കാണാം. ജസ്റ്റ് ഡീകോഡ് ഫ്രം base64 അവർ ഓരോന്നായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. ഫസ്റ്റ് URL ചെക്ക് ചെയ്തു, അല്ലെന്ന് മനസ്സിലായി, തൊട്ട് താഴെ വന്നിട്ട് base64 നിന്ന് ഡീകോഡ് ചെയ്തപ്പോൾ അവർക്ക് വാല്യൂ കിട്ടി. സോ അതുകൊണ്ട് അത് കാണിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് base64 ഒന്നും കിട്ടില്ല. സോ നെക്സ്റ്റ് HTML വച്ചിട്ട് ഡീകോഡ് ചെയ്യും. ആ ഒരു ടൈമിൽ ആ ഒരു വാല്യൂ കറക്റ്റ് ആണെങ്കിൽ അത് കാണിക്കും, ഇല്ലെങ്കിൽ നെക്സ്റ്റിലോട്ട് ഇങ്ങനെ പോകും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം base64 നിന്ന് തന്നെ ഡീകോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതാണ് ബേസിക്കലി നമ്മൾ ഡീകോഡർ ടാബ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളൊരു ടാബാണ് കമ്പയറർ. ഇതെന്തിനാണെന്ന് വെച്ചാൽ രണ്ട് റിക്വസ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ നമുക്ക് രണ്ട് യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് നമ്മൾ ബ്രോക്കൺ ആക്സസ് കൺട്രോളൊക്കെ ഞാൻ നമ്മുടെ ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്ത ടൈമിൽ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ അകത്ത് ബ്രോക്കൺ ആക്സസ് കൺട്രോളോ അല്ലെങ്കിൽ ആക്സസ് കൺട്രോൾ ഇഷ്യൂസൊക്കെ കണ്ടുപിടിക്കുന്ന ടൈമിൽ നമ്മൾ റിക്വസ്റ്റ് നോക്കിയിട്ട് എന്തിലൊക്കെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഐഡോർ കണ്ടുപിടിക്കുമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ രണ്ട് റിക്വസ്റ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള റിക്വസ്റ്റ്, സോ ജസ്റ്റ് സെൻഡ് ടു കമ്പയറർ കൊടുത്തു. അതുപോലെ ഇവിടെ നമുക്ക് അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ റിക്വസ്റ്റ് എന്ന് വെച്ചോ. ഇത് രണ്ട് യൂസർ എന്ന് വെച്ചോ. ഓക്കെ, സോ രണ്ട് യൂസർ എന്ന് വെച്ചോ. ഇതും നമ്മൾ സെൻഡ് ടു കമ്പയറർ കൊടുത്തു. സോ ഇപ്പം നിങ്ങൾക്ക് കാണാം രണ്ട് റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും രണ്ടും, അല്ലെങ്കിൽ ലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മളെ ഫയൽ നേരത്തെ ലോഡ് ചെയ്താണ്. സോ ഇപ്പം ഡയറക്റ്റ് നമ്മൾ സെൻഡ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇവിടെ കാണാം കമ്പയർ വേർഡ്സ് ബൈറ്റ്സ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാനൊരു വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കമ്പയർ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൽ നമുക്ക് രണ്ട് റിക്വസ്റ്റ്, ഫസ്റ്റ് കൊടുത്ത റിക്വസ്റ്റും കാണാം, സെക്കൻഡ് കൊടുത്ത റിക്വസ്റ്റും കാണാം. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ചേഞ്ച് ഉള്ളത്, ആ ഒരു റിക്വസ്റ്റ് തമ്മിൽ എന്തൊക്കെയാണ് ചേഞ്ച് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും തമ്മിലാണ് ഡിഫറൻസ് ഉള്ളത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും.
ഓക്കെ, ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സോ എവിടേക്കാണോ റിക്വസ്റ്റിൽ ചേഞ്ച് വരുന്നത്, എന്തൊക്കെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു രീതിയിൽ കമ്പയറർ എന്ന് പറഞ്ഞ ആ ഒരു ടാബ് യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും. സോ ഇതാണ് നമ്മൾ കമ്പയർ ടാബ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. സോ ഇത്രേ ഉള്ളൂ. നമുക്ക് ലൈക്ക് നിങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലോ ലൈക്ക് നമ്മൾ കമൻറ്റിലോ ഇൻസ്റ്റാഗ്രാം ത്രൂ നമ്മുടെ ടെലിഗ്രാം ചാനലിലോ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങളിത് ക്ലോസ് ചെയ്യുക. സോ നമ്മളെ ആ ഒരു വേർഡ് കമ്പയർ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്യാൻസൽ കൊടുക്കുക. സോ ഇത്രേ ഉള്ളൂ. ഇതാണ് കമ്പയറർ. നെക്സ്റ്റ് ലോഗറിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ആ ഒരു ഇത്രയും നേരം നമ്മൾ ചെയ്ത ആ ഒരു റിക്വസ്റ്റും അതിൻ്റെ ലോഗും എന്തൊക്കെയാണ് നടക്കുന്നത് ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ലോഗ് ചെയ്തിട്ട് സേവ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് നമ്മുടെ ആ ഒരു ലോഗർ എന്ന് പറഞ്ഞ ടാബിൻ്റെ അകത്തുള്ളത്. നെക്സ്റ്റ് വരുന്ന ഒരു ടാബാണ് എക്സ്റ്റൻഡർ. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇപ്പോൾ ടെർബോ ഇൻട്രൂഡർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ആഡാക്കി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പുതിയൊരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജാർ ഫയൽ ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യാം. ജാവയാണോ പൈത്തൺ ആണോ റൂബി ആണോ എന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സെലക്ട് ഫയൽ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബർപ്പ് സ്യൂട്ടിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പിന്നീട് ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ ആഡ് ചെയ്യാം. സോ ഞാൻ അതും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് സേവ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എക്സ്റ്റൻഷൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു എക്സ്റ്റൻഷൻ ടാബിൽ നിങ്ങൾ ആ ഒരു എക്സ്റ്റൻഷൻ ആഡ് ആവുകയും നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ക്ലോസ് കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഉള്ളൊരു ഓപ്ഷനാണ്. സോ ഇവിടെ എക്സ്റ്റൻഷനിൽ തന്നെ BWAP സ്റ്റോർ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇൻബിൽട്ട് ആയിട്ട് നമ്മളെ ബർപ്പ് സ്യൂട്ടിൻ്റെ അകത്ത് കുറേ എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്. ലൈക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ആപ്പ് സ്റ്റോറും അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഫയർഫോക്സിൻ്റെ അകത്ത് എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാൻ ആഡ്-ഓൺസ് ഡൗൺലോഡ് ചെയ്യാൻ പോയ സൈറ്റിൽ അതിൽ കുറേ എക്സ്റ്റൻഷൻ ഉള്ളതുപോലെ ബർപ്പ് സ്യൂട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ എക്സ്റ്റൻഷൻസ് ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 403 ബൈപ്പാസർ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെയ്ത്തൺ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ആവശ്യമുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ എനേബിൾ ആയി വരും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇത് വേറൊരു എക്സ്റ്റൻഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് വേറൊരു എക്സ്റ്റേണൽ ഫയലിൻ്റെ ആവശ്യമില്ല. സോ ജസ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുന്ന ടൈമിൽ അത് നമ്മുടെ എക്സ്റ്റൻഷനിലോട്ട് ആടാം. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അഡീഷണൽ CSRF ചെക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു എക്സ്റ്റൻഷനാണ്. ഇത് നമ്മൾ CSRF ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ലൈക്ക് പോസിബിൾ ആണോ ഇല്ലെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനാണ്. ഇവിടെ താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനും ജെയ്ത്തൺ ആവശ്യമുണ്ട്. സോ ജെയ്ത്തൺ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ ഓപ്ഷൻ എനേബിളായി വരും. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ എക്സ്റ്റൻഡറിൻ്റെ അകത്തുള്ള BWAP സ്റ്റോറും എക്സ്റ്റൻഷൻസും. ഓക്കെ, സോ പിന്നെ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് APIയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊന്നും വലിയ യൂസ് നമ്മുടെ കേസിലും ആസ് എ ബിഗിനർ നമുക്ക് വലിയ യൂസ് വരത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്തും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ജാവ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക, പൈത്തൺ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക, ആ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഉള്ളൊരു ഓപ്ഷനാണ് പ്രോജക്റ്റ് ഓപ്ഷൻ. സോ ഇതും നമ്മൾ യൂസ് വരത്തില്ല. മെയിൻലി ഇതിൽ നമുക്ക് പ്രോജക്റ്റിൻ്റെ അകത്തുള്ള സെറ്റിങ്സ്, പ്ലാറ്റ്ഫോം ഒതൻറ്റിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ലൈക്ക് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഇൻ കേസ് പിന്നീട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഓപ്ഷൻ വരുന്ന ടൈമിൽ മാത്രമേ ഈ ഒരു രീതിയിലൊക്കെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഫോർ മൈ കേസ് ഞാൻ ഇതുവരെ ഈ ഒരു ഓപ്ഷൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മെയിൻലി ഈ റിപ്പീറ്റർ, സീക്വൻസർ, ഡീകോഡർ, കമ്പൈലർ ആ ഒരു കാര്യങ്ങളൊക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, മെയിൻലി ബഗ് ബൗണ്ട് ചെയ്യുമ്പോഴൊക്കെ ആയാലും. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ യൂസർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നു. നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻസ് ലൈക്ക് ഫോണ്ട്, തീം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്, അതുപോലത്തെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സോ ഇതും വലിയ യൂസ് വരത്തില്ല നിങ്ങളുടെ കേസിൽ. പിന്നെ ലേൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്.
സോ ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ബർപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബർപ്പിനെ പറ്റിയുള്ള ഗൈഡ് വീഡിയോസും വീഡിയോ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു വീഡിയോസും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടാബ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ ഇനി നമുക്കുള്ള ടാബ് ഏറ്റവും ടോപ്പിൽ കാണുന്നത് കുറച്ച് ടാബാണ്. സോ ഇവിടെ ഹെൽപ്പ് ഓപ്ഷൻ ഉണ്ട്. ഹെൽപ്പ് ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള. ബട്ട് നമ്മളെ ഈ ക്രാക്ക് വെർഷനാണ്, ഇതിൻ്റെ അകത്ത് നമുക്ക് ഹെൽപ്പൊന്നും പോയി ചോദിക്കാൻ പറ്റില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ്ലി അൺഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം പുതിയ ഇൻസ്റ്റാൾ ചെയ്യുക. അല്ല നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി എഡിഷൻ ഇൻബിൽട്ടായിട്ട് വന്ന കമ്മ്യൂണിറ്റി എഡിഷനിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെൽപ്പ് സെക്ഷൻ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് വിൻഡോസ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് ഓരോ വിൻഡോസ് ആയിട്ട് നമുക്ക് ഡിസ്പാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരൊറ്റ ഇതിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ടാർഗറ്റ് മാത്രം ഡിസ്പാച്ച് ചെയ്തെടുക്കാം. സോ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഡിസ്പാച്ച് ടാർഗറ്റ് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ടാർഗറ്റ് മാത്രം ഡിസ്പാച്ചായി വന്നിരിക്കുന്നത് കാണാം. പിന്നെ റീ അറ്റാച്ച് വേണമെങ്കിൽ ജസ്റ്റ് റീ അറ്റാച്ച് ടാർഗറ്റ് കൊടുക്കുമ്പോൾ തിരിച്ച് പഴയതിലാവും. സോ അത്രേ ഉള്ളൂ. പിന്നെ റിപ്പീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൻ്റെ അകത്തും ലൈക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഈ റിപ്പീറ്റർ പോയിട്ട് ഇതിലോ നമ്മൾ സെറ്റിങ്സ് ഉണ്ടല്ലോ, ഇതിൽ കണ്ട ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ആക്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇൻട്രൂഡറിലും സെയിം രീതി തന്നെയാണ് നമുക്ക് ലൈക്ക് സ്കാനിങ്ങും അതുപോലെ സ്റ്റാർട്ട് അറ്റാക്ക് അങ്ങനത്തെ കുറേ ഓപ്ഷൻസാണ്. ജസ്റ്റ് ലൈക്ക് നമ്മൾ നോർമലി ഇവിടെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങളെ യൂസ് അനുസരിച്ച് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോജക്റ്റ് ഓപ്ഷനിൽ ലൈക്ക് റീസ്റ്റോർ ഡിഫോൾട്ട് അതുപോലെ ലോഡ് പ്രോജക്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് ലോഡ് ചെയ്യാം. അതുപോലെ ഈ ഒരു പ്രോജക്റ്റിനെ റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി സേവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഇതിൽ കോപ്പി സേവ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു പ്രോജക്റ്റ് ഓപ്ഷനിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ബർപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലൈക്ക് ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുന്ന ടൈമിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ടാർഗറ്റ് മാത്രം മതി, എവിടെ നിന്നാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് റിപ്പീറ്ററിൽ നിന്ന് മാത്രം മതി, പ്രോക്സിയിൽ നിന്ന് ആണ് വേണ്ടെങ്കിൽ പ്രോക്സി മാത്രം സെലക്ട് ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുക. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബർപ്പിൽ വരുന്ന നെക്സ്റ്റ് ലൈക്ക് കോൺഫിഗറേഷൻ ലൈബ്രറി എന്നും പറഞ്ഞിട്ട് ഇതിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബർപ്പ് സ്യൂട്ട് മൊത്തത്തിൽ നിന്ന് പൊട്ടും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമേ പറ്റൂ. സോ ഡിഫോൾട്ടായിട്ട് വിടുക. ലൈക്ക് നിങ്ങളുടെ യൂസ് അനുസരിച്ച് മെയിൻലി റിപ്പീറ്റർ, ഇൻട്രൂഡർ ആ ഒരു ടാബിലൊക്കെ നിന്ന് മാത്രം നിങ്ങൾ കളിച്ചാൽ മതി. പിന്നെ നിങ്ങൾ അഡ്വാൻസ് ലെവൽ ആയി കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം മാത്രം ബാക്കിയുള്ള ടാബിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം. സോ പിന്നെ ബർബ് ഇൻഫിൽട്രേറ്റ്, ബർബ് ക്ലിക്ക് ബാൻഡിറ്റ് എന്നൊക്കെ പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല, എനിക്കും വലിയ പിടുത്തില്ല എന്തിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാബാണ് ബർപ്പ് കൊളാബറേറ്റർ ക്ലയൻറ്റ്. സോ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ SSRF വൾനറബിലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യാം, എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്നൊക്കെ. സോ അതിൽ നമ്മളെ XSRF വൾനറബിലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടാബാണ് ബർപ്പ് കൊളാബറേറ്റർ. അതുപോലെ തന്നെ ബ്ലൈൻഡ് എക്സസസ്, അതുപോലത്തെ വൾനറബിലിറ്റീസും കാര്യങ്ങളൊക്കെ, ബ്ലൈൻഡ് ആയിട്ടുള്ള വൾനറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു URL യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഡ്മിൻ സൈഡിലായിരിക്കും ഒരു വൾനറബിലിറ്റി ഉള്ളത്. സോ നമുക്ക് ഇവിടെ ക്ലയൻറ്റ് സൈഡിൽ ഇരുന്നിട്ട് ആ ഒരു വൾനറബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്പർ ടു ജനറേറ്റ് 1 തന്നെ കൊടുക്കുക. അതുപോലെ പോൾ എവറി 60 സെക്കൻഡ് മാറ്റിയിട്ട് ജസ്റ്റ് 1 സെക്കൻഡ് ആക്കുക. സോ ജസ്റ്റ് അതിനുശേഷം നമ്മളിവിടെ കോപ്പി ക്ലിപ്പ് ബോർഡ് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ട് പാഡ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു URL നമുക്ക് ക്രിയേറ്റ് ആവും.
ഇത് നമുക്ക് വേണ്ടിയുള്ള കസ്റ്റം URL ആണ്. സോ നമ്മളൊരു ബ്ലൈൻഡ് SSRF അല്ലെങ്കിൽ സർവർ സൈഡിൽ പോകുന്ന അവിടെ പോയിട്ട് ആക്സസ് ചെയ്യാൻ അവിടെ റിഫ്ലക്റ്റ് ആവുന്ന എന്തെങ്കിലുമൊക്കെ ബ്ലൈൻഡ് ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേലോഡിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു URL കൂടെ പാസ് ചെയ്ത് കൊടുക്കും. സോ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സൈഡിൽ ഈ ഒരു URL എന്തെങ്കിലും ടൈപ്പിൽ റിക്വസ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആ ഒരു URL ഇത് അഡ്മിൻ സൈഡാണെന്ന് കൺസിഡർ ചെയ്യാം. സോ ഞാൻ എന്താണ് ഒരു ബ്ലൈൻഡ് എക്സസൈസോ അല്ലെങ്കിൽ SSRFോ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു URL ഞാൻ അവർക്ക് പാസ് ചെയ്ത് വിട്ടെന്ന് വെച്ചോ പേലോഡായിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ അത് പിന്നീട് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എത്രയും മനസ്സിലാക്കിയത് ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ ഒരു URL അഡ്മിൻ സൈഡിൽ അയച്ചെന്ന് വെച്ചോളൂ. ആ ഒരു ടൈമിൽ അഡ്മിൻ ഈ ഒരു URLോട്ട് റിക്വസ്റ്റ് അയച്ചു, അല്ലെങ്കിൽ നമ്മുടെ SSRF അറ്റാക്ക് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു URL അയച്ചു. ഓക്കെ, ഈ ഒരു URL ഫോർ എക്സാമ്പിൾ example.com/admin equal to like image equal to test.exam/test.png. സോ ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, https:// ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു സൈറ്റ് കൺസിഡർ ചെയ്യുക. അവിടെ നമ്മളൊരു സൈറ്റ് ലോഡ് ചെയ്യുന്ന ടൈമിൽ ഇമേജ് ലോഡായി വരുന്നത് ഈ test.example.com എന്ന് പറഞ്ഞിട്ടുള്ള അവർ സബ് ഡൊമൈനിൽ നിന്നായിരിക്കും ഈ ഒരു ഇമേജ് test.png എന്ന് പറഞ്ഞ ഇമേജ് ലോഡ് ചെയ്തിട്ട് ഈ example.comൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താ നടക്കുന്നത് വെച്ചാൽ ഈ ഒരു example.comൽ നിന്ന് ഈ test.example.com എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റിലോട്ട് ഒരു റിക്വസ്റ്റ് അയക്കുകയും അതിനുശേഷമാണ് ആ ഒരു ഇമേജ് നമുക്ക് എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, സോ ആസ് ആൻ അറ്റാക്കർ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ SSRF ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വൾനറബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു test.example.com മാറ്റിയിട്ട് നമ്മൾ ആ ഒരു ബർപ്പ് കൊളാബറേറ്റീവ് ലിങ്കിൽ നിന്ന് കോപ്പി ചെയ്ത ആ ഒരു ലിങ്ക് ഉണ്ടല്ലോ, ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കേസിൽ എന്താ നടക്കുന്നത് വെച്ചാൽ example.comൽ ആ ഒരു സർവറിൽ നിന്ന് ഈ ഒരു സൈറ്റിലോട്ട് റിക്വസ്റ്റ് പോകും. അപ്പോൾ ഈ ഒരു സൈറ്റിലോട്ട് റിക്വസ്റ്റ് പോയോ ഇല്ലയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബർപ്പ് കൊളാബറേറ്റർ ക്ലയൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടാബ് ഈ ഒരു URL നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അത് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യുക, example.comൻ്റെ സർവറായിട്ട് കൺസിഡർ ചെയ്യുക. അവിടെ നിന്നാണ് ഈ ഒരു സൈറ്റിലോട്ട് റിക്വസ്റ്റ് പോകണമെന്ന് കൺസിഡർ ചെയ്യുക. സോ ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ ബ്രൗസറിൽ പ്രത്യേകിച്ചൊന്നും കാണില്ല. ബട്ട് നമ്മുടെ ആ ഒരു കൊളാബറേറ്റ് ക്ലയൻറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു നമ്മുടെ ഈ ഒരു സ്പെസിഫിക് URLോട്ട് റിക്വസ്റ്റ് പോയി, എന്ത് റിക്വസ്റ്റാണ് പോയത്, അതിൻ്റെ റെസ്പോൺസ് എന്താണ്, അതുപോലെ DNS കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കിട്ടി. സോ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സം ടൈംസ് അഡ്മിൻ സൈഡിൽ നിന്നൊക്കെയാണ് ഈ ഒരു റിക്വസ്റ്റ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ സർവറിൽ നിന്നൊക്കെ പോകുന്ന ടൈമിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പല ഇൻഫോർമേഷൻസും നമുക്ക് ഈ റിക്വസ്റ്റ് എന്തെങ്കിലുമൊക്കെ അവരെ പാസ്വേഡ് ID സെഷൻ ID അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാസ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് പല വൾനറബിലിറ്റീസും ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനോ ക്രിട്ടിക്കൽ വൾനറബിലിറ്റിയൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടാബാണ് ഈ ബർപ്പ് കൊളാബറേറ്റർ ക്ലയൻറ്റ്. ഇവിടെ വന്നിട്ട് ഈ ബർപ്പ് കൊളാബറേറ്റർ ക്ലയൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ. പിന്നെ സോ മേ ബി നിങ്ങളിപ്പോൾ പുതിയൊരു ബർപ്പ് സ്യൂട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ, ഇപ്പോൾ നിങ്ങൾ വേറെ ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് വെർഷനാണ് നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ കാണത്തില്ല. ഈ ഒരു ടാബിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ അവർ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ തന്ന ആ ഒരു ഫയലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്. സോ ഈ ഒരു രീതി നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ബർപ്പ് സ്യൂട്ടിൻ്റെ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഞാൻ കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ബിഗിനർ കൺസെപ്റ്റിൽ ബിഗിനറിനെ കൺസിഡർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ആസ് എ ബിഗിനർ
0 to ഇൻ്റർമീഡിയറ്റ് ലെവൽ വരുന്നത് വരെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന എല്ലാ ടാബും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലോ ചോദിക്കുക. ആൻഡ് ഈ ഒരു സിപ്പ് ഫയൽ ബർപ്പ് സ്യൂട്ട് പേഴ്സണൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സിപ്പ് ഫയൽ ഞാൻ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലും അതുപോലെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം, ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബർപ്പ് സ്യൂട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ ടൂൾസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യും. ആൻഡ് ആൾസോ നിങ്ങൾക്കൊരു അപ്ഡേറ്റ് തരാനുള്ളത്, ഞാൻ ഉടനെ തന്നെ ബഗ് ബൗണ്ടി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഉടനെ ക്രിയേറ്റ് ചെയ്യാം. സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.